എല്ലാവരും പത്രം എടുത്ത് തന്നെടുത്തേ. കയ്യിലുണ്ടോ? PDF എന്നാൽ അപ്പുറത്തുനിന്ന് മേടിയില്ലേ. നിങ്ങൾക്ക് ഏത് പത്രം വേണേലും വായിക്കാം, ഹിന്ദുവോ ഇന്ത്യൻ എക്സ്പ്രസ്സോ എന്ത് വേണേലും വായിക്കാം. പക്ഷെ വായിക്കുമ്പം ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, NCERT പഠിക്കാനുണ്ട്, ക്ലാസ് കേൾക്കാനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പത്രമായനോ നീട്ടി വലിച്ചുകൊണ്ട് പോകാൻ നമുക്കൊക്കത്തില്ല. ഒരു 3-3.5-4 മണിക്കൂറൊന്നും എടുത്ത് പത്രമായന ഇപ്പം നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങളെല്ലാം ബേസിക് കണ്ടന്റ് തന്നെ ഉള്ള ആളാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും എടുത്ത് പത്രം വായിക്കുകയോ നോട്ട് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ അങ്ങനെ നിൽക്കരുത്. 2 മണിക്കൂർ ഓക്കെ 2 മണിക്കൂറിനകത്ത് ഫുൾ പത്രത്തിൻ്റെ പരിപാടികൾ തീർത്ത് വെക്കണം. അതായിരിക്കണം നിങ്ങളിപ്പം ചെയ്യേണ്ട കാര്യം. എന്ന് വെച്ച് വായിക്കാതെ ഓടിച്ചു വിട്ടുള്ള വായന പാടില്ല. ഓക്കെ. ഇനി ഇന്നലത്തെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എല്ലാവരും എടുത്ത്. ഓക്കെ. അതിനകത്ത് ഞാൻ ഓരോരുത്തരോടും ചോദിക്കാം, നിങ്ങൾക്ക് ആ ഫ്രണ്ട് പേജിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഫ്രണ്ട് പേജിൽ ഇന്നലത്തെ ഹിന്ദു ആണ്. ഫ്രണ്ട് പേജിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഓരോരുത്തരുടെ അടുത്തേക്ക് വരും. എവിടെയെങ്കിലും കുറിച്ചിട്ടോ, നീട്ടി വലിച്ചൊന്നും എഴുതണ്ട, കീവേഡ് മാത്രം. ഓക്കെ ഓക്കെ വെറുതെക്കോ. ഇനി നിങ്ങൾ എത്ര പേർക്ക് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് എന്തെങ്കിലും നോട്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട്? 1, 2, 3, 3.5. ശരി, അങ്ങോട്ട് കൈ പൊങ്ങിയിട്ടില്ല, ഇങ്ങോട്ട് വരെ വന്നിട്ടേ ഉള്ളൂ മിഥുനയുടെ കൈ. അപ്പോൾ ഒരു 3.5 പേര്. ഓക്കെ ഓക്കെ. മിഥുന എങ്ങനെയാണ് മിഥുന നോട്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ് നോട്ട് ചെയ്യുന്നത് പത്രത്തിൽ നിന്ന്? മെയിൻ ഇഷ്യൂസ്. ഹെഡ്ലൈനിലെ മെയിൻ വാക്ക്. ഓക്കെ. മീൻസ് ഒരു ന്യൂസ് വായിച്ചിട്ട് ആ ന്യൂസിൽ നിന്ന് തന്നെ എന്തെങ്കിലും എഴുതി വെക്കുമോ, അതോ ന്യൂസ് ഗൂഗിൾ ചെയ്തിട്ട് എന്നിട്ട് എഴുതുമോ? ഗൂഗിൾ ചെയ്യില്ല. ആ ന്യൂസിൽ എന്താണോ കാണുന്നത് അത് എഴുതി വെക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ കീവേഡ്സ്, അടുത്ത ആൾ കീവേഡ്സ് എഴുതി വെക്കും. അത്യാവശ്യം ഗൂഗിളിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ എഴുതും. ഓക്കെ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാധനം മെയിൻസിന് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് തീരുമാനിക്കുന്നു? സിലബസ്. ഓക്കെ. പിന്നെ ആരായിരുന്നു? സെയിം ഹെഡ്ലൈൻ, കീവേഡ്, അറിയാത്ത എന്തെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ ഈ എഴുതി വെക്കുന്നതിന് സെപ്പറേറ്റ് നോട്ടുണ്ടോ? GS 1 നോട്ട്? അപ്പോൾ എങ്ങനെ ഓരോ ദിവസത്തെ ന്യൂസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി അങ്ങ് എഴുതി പോകണോ? ഓക്കെ. അപ്പോൾ എങ്ങനെ റിവൈസ് ചെയ്യും? അത് ഞാൻ ചോദിക്കുന്നത്. GS 1 സെപ്പറേറ്റ് നോട്ട്, GS 2 അങ്ങനൊന്നുമില്ല. ചുമ്മാ നോട്ട് ഒറ്റ അടിക്ക് എഴുതി പോവാം. ഓക്കെ ഓക്കെ. ഇഷ്യൂസ്, സൊല്യൂഷൻസ്, അങ്ങനത്തെ കാര്യം. സോ ബേസിക്കലി എഡിറ്റോറിയൽ വായനയാണ് പരിപാടി. ഓക്കെ. ബാക്കിയുള്ളവർക്ക് ആ ശീലമില്ലാത്തത് നല്ല കാര്യം. ഓക്കെ. നമ്മൾ എന്ത് പഠിക്കാൻ പോയാലും നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്താ? സിലബസ് അല്ലേ? കാരണം സിലബസ് വൃത്തിയായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പഠിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. മനസ്സിലായോ? നമ്മൾ NCERTസോ അല്ലെങ്കിൽ ബാക്കി ഏതെങ്കിലും ലക്ഷ്മികാന്തോ ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യം സിലബസാണ്. കാരണം നമ്മൾ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് സിലബസാണ്. മനസ്സിലായോ? സിലബസ് വൃത്തിയായിട്ട് അറിയാത്ത ആളുകളാണ് കൈ കിട്ടുന്നതെല്ലാം ഇരുന്നിട്ട് പഠിക്കുന്നത്. പക്ഷെ അവർക്ക് അങ്ങ് ആർത്തിയാണ്. മറ്റേ CID പൂസയ്ക്കകത്ത് ബിന്ദു പണിക്കർ ഓടുന്നവർക്ക് എൻ്റെ ഫ്രിഡ്ജ്, എൻ്റെ മിക്സി എന്ത് കണ്ടാലും അങ്ങ് മേടിക്കണം. അപ്പോൾ ഒരു സബ്ജക്റ്റിന് തന്നെ പല പുസ്തകങ്ങളുടെ പുറകിന് ഓടും. മനസ്സിലായോ? കുറച്ച് ദിവസം ലക്ഷ്മികാന്തിൻ്റെ പുറകിന് ഓടും പോളിറ്റി. കുറച്ച് കഴിയുമ്പോൾ അവിടെ ആരാണ്ട് പറയും DD ബസ്സും ഉണ്ടോ, അപ്പോൾ അങ്ങോട്ട് ഓടും. ഈ ഓട്ടം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് പാടില്ല. സിലബസിൽ എന്താണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാത്രം നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അതിൽ കൂടുതലും വേണ്ട, കുറവും വേണ്ട നമുക്ക്. മനസ്സിലായോ? ഇവിടെ എത്ര പേര് ദിവസത്തിൽ ഒരു തവണയെങ്കിലും സിലബസ് എടുത്ത് നോക്കാറുണ്ട്? വളരെ നല്ല കാര്യം, വളരെ നല്ല. അത് നോക്കണം. കാരണം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളെങ്കിലും നോക്കിയാലേ നമ്മൾ ഇതുമായിട്ട് ഫെമിലിയർ ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ഞാൻ പറയുന്നത്, സെലക്റ്റീവ് റീഡിങ് പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കത്തില്ല UPSC സെലക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതിൻ്റെ കാര്യം,
നമുക്ക് പ്രോപ്പറായിട്ട് സിലബസ് അറിയത്തില്ല, അവർക്ക് പ്രോപ്പറായിട്ട് സിലബസ് അറിയാം. മനസ്സിലായോ? അതുകൊണ്ടാണ് സെലക്റ്റീവ് റീഡിങ് പാടില്ല എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞത്. പത്രം നമ്മൾ ഫുള്ള് വായിക്കണം. ഈ വായനയിൽ ചിലയിടത്ത് സ്പീഡ് കൂടുകയും ചിലയിടത്ത് സ്പീഡ് കുറയുകയും വേണം. ചിലത് ശ്രദ്ധിച്ച് വായിച്ചു തന്നെ പോകണം, ചിലത് വായിച്ച് വിട്ടാൽ മതി. ഇപ്പോൾ പൊതുവെ എല്ലാവരും പൊളിറ്റിക്സ് ന്യൂസ് വായിക്കണ്ട എന്ന് പറയും അല്ലേ? അത് പൊളിറ്റിക്സ് ന്യൂസ് വായിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അങ്ങനെയല്ല. അതിനകത്തെ പൊളിറ്റിക്കൽ കണ്ടന്റ് മാത്രം വായിക്കാതെ വിട്ടാൽ മതി. എന്നാൽ ആ ന്യൂസിനകത്ത് എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിലോ? നമ്മളിപ്പം പഠിക്കാൻ പോകുന്ന പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ അങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട്. അത് എത്ര പേര് ആ സാധനം എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് നോക്കണം. നിങ്ങളുടെ എല്ലാവരും ഇപ്പോൾ എഴുതാൻ പറഞ്ഞില്ല, അതിനകത്ത് എത്ര പേര് അത് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് നോക്കണം. പൊളിറ്റിക്സ്, BJP, കോൺഗ്രസ്, ഇങ്ങനെ ഒരു ഹെഡ്ലൈന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് വിട്ടിട്ട് പോകുകയല്ല വേണ്ടത്. എന്താണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുക? അറ്റ്ലീസ്റ്റ് ആ ഹെഡ്ലൈൻ എങ്കിലും വായിക്കണം. കാരണം ഹെഡ്ലൈനിൽ അതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കീവേഡ് എന്തായാലും ഈ പൊളിറ്റിക്കൽ ന്യൂസിൻ്റെ സാധനത്തിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പം പൊളിറ്റിക്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയുള്ള വായന പാടില്ല. പക്ഷേ അതിനകത്തെ പൊളിറ്റിക്കൽ കണ്ടന്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. മീൻസ് ഇന്ന പാർട്ടി അവിടെ മത്സരിക്കുന്നതെന്നോ ഇന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ട് അങ്ങനത്തെ പൊളിറ്റിക്കൽ കണ്ടന്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യുമ്പോഴും അവിടെ ഹിസ്റ്ററി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ പൊളിറ്റിക്കൽ ന്യൂസ് അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഏതൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുക, ഓക്കെ, നിങ്ങൾ സ്കിപ്പ് ചെയ്തു. പക്ഷേ ആദ്യത്തെ ഇലക്ഷനിലെയോ രണ്ടാമത്തെ ഇലക്ഷനിലെയോ അങ്ങനെ ഒരു ഹിസ്റ്ററി അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. കാരണം UPSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇലക്ഷനെ കുറിച്ച് 2 തവണ ഇപ്പം ചോദ്യം വന്നിട്ടുണ്ട്. അതിനുശേഷം മറ്റൊരു പൊളിറ്റീഷ്യനെ കുറിച്ച്, ആ പൊളിറ്റീഷ്യൻ എന്ന് നമുക്ക് തള്ളിക്കളയാൻ ഒക്കത്തില്ല. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വലിയൊരു സ്ഥാനമുള്ള ഒരാളാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി ഒന്നും അല്ല, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥാനം വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അയാളുടെ ഇലക്ട്രൽ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ് ചോദ്യം വന്നത്. അപ്പം അങ്ങനെയും വരും. അപ്പം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് നൗ കറണ്ട് പൊളിറ്റിക്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഹിസ്റ്ററി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കണം. അതേപോലെക്ക് ആ ന്യൂസ്, പൊളിറ്റിക്കൽ ന്യൂസ് ആയിക്കോട്ടെ, അത് എന്തിനെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കി ആ കാര്യം പഠിച്ചിട്ട് ബാക്കിയുള്ള വേസ്റ്റ് സ്ഥാനം സ്കിപ്പ് ചെയ്യാം. അതൊരു എക്സാമ്പിൾ. ഇത് എങ്ങനെ സ്കിപ്പ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മളുടെ സിലബസ്. ഓക്കെ, നിങ്ങളുടെ പ്രിലിംസിൻ്റെ സിലബസ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, മെയിൻസിൻ്റെ സിലബസ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. പ്രിലിംസിൻ്റെ അത് ഭയങ്കര ബ്രോഡായിട്ട് അങ്ങ് തന്നേക്കുക. അവിടെ ഇന്നതെന്ന് എടുത്തു പറയാനായിട്ടൊന്നുമില്ല, ഭയങ്കര ബ്രോഡായിട്ടാണ് തന്നേക്കുക. നോക്കിയേ, പേപ്പർ 1 നോക്കിയേ, കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. എന്ത് വേണമെങ്കിലും ആയിക്കൂടെ? എന്താണ് കറണ്ട് ഇവൻറ്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവൻറ്റ്സ് ആ വാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവൻറ്റ്സ് എന്തൊക്കെയാവാം? പൊളിറ്റിക്കൽ ഇവൻ്റ് ആയിക്കൂടെ, സ്പോർട്സ് ആയിക്കൂടെ, സിനിമ ആയിക്കൂടെ, ആർട്ട് ആയിക്കൂടെ, ലിറ്ററേച്ചർ ആയിക്കൂടെ. സോ എന്തും ചോദിക്കാം. അതുകൊണ്ടാണ് ഇത്രയും ബ്രോഡായിട്ട് ഇവരിവിടെ തന്നേക്കുന്ന വാക്ക്. കറണ്ട് ഇവൻ്റ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഇൻ്റർനാഷണൽ സാധനങ്ങൾ വേണമെങ്കിൽ ചോദിച്ചുകൂടെ? കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ട് പ്രൈസ് അടിച്ച ഇന്ത്യൻ സിനിമ ഏതാ? അത് നടിക്ക്. ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്. ന്യൂസ് ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. മലയാളികൾക്ക് അഭിമാനമല്ലേ, കനി കുസൃതിയും മറ്റേ ദിവ്യപ്രഭയൊക്കെ അഭിനയിച്ച സിനിമയല്ലേ. ന്യൂസ് ഒന്നും കണ്ടില്ല നിങ്ങൾ? ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫിലിം ഫെസ്റ്റിവൽ വന്ന കാൻസ്. അവിടെ പോയിട്ട് ഇന്ത്യയിൽ നിന്ന് 40 വർഷത്തിന് ശേഷമാണ്, 40-30 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ മത്സര വിഭാഗത്തിലേക്ക് തന്നെ പോകുന്നത്. ഇതിനു മുമ്പ് പോയ സിനിമ ഏതാണെന്നറിയാവോ? നമ്മളറിയണം. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ചോദ്യം മസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുക്കും? കാരണം മലയാളീസിനോട് ചോദിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത കിടപ്പുണ്ട്. ഓൾ വി ഇമാജിനസ് ലൈറ്റ് ഒരു ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ വന്നാൽ തീർച്ചയായിട്ടും അവർ ഇതിന് മുമ്പ് പോയ സിനിമ ഏതാണെന്ന് ചോദിക്കും. ബിക്കോസ് ഇറ്റ് വാസ് എ മലയാളം ഫിലിം. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്തൊരു സിനിമയാണത്. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനത്തെ വായനകളില്ല. ഇതിന് നിങ്ങൾ ഗൂഗിളൊന്നും ചെയ്യണ്ട. കഴിഞ്ഞ 2 ആഴ്ചക്കിടവന്ന എല്ലാ പത്രത്തിലും ഇത് കിടപ്പുണ്ട്. അത് വായിക്കേണ്ട മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താ അതിൻ്റെ ഡയറക്ടർ ആരാ? ഒരു സ്ത്രീയാ. നമ്മൾ വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ എല്ലാ പേപ്പറിലും കിടപ്പുണ്ട്. മെയിൻസിലെ പേപ്പർ 1, 2, 3, 4 എല്ലാത്തിനകത്തും കിടപ്പുണ്ട് വിമൻ എംപവർമെൻറ്റ്.
വിമൻ എംപവർമെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിൾ അല്ലേ ഇത്. ഒരു സ്ത്രീ സംവിധായക അവരുടെ പടം ക്യാൻസിൽ മത്സര വിഭാഗത്തിൽ പോകുന്നു, അതിന് പ്രൈസ് കിട്ടുന്നു. നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതിക്കൂടെ മെയിൻസിൽ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ആർക്കും അറിയാത്ത കാര്യം എക്സാമ്പിൾ എഴുതുമ്പോഴാണ്. ഇപ്പം ഞാനൊരു പേപ്പർ വാല്യുവേഷൻ ഇരിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് എനിക്കറിയാത്ത ഒരു എക്സാമ്പിൾ നിരത്തി എന്ന് വെക്കുക. ഞാനതിൽ ഇമ്പ്രസ്ഡ് ആവുമോ? ഒരിക്കലുമില്ല. ബിക്കോസ് ഞാനെന്ത് എടുക്കണം, ഞാനത് ഗൂഗിൾ ചെയ്യണം നിങ്ങൾ എന്തോ എഴുതിയെന്ന് മനസ്സിലാക്കണമെങ്കിൽ അല്ലേ. എനിക്കറിയാത്ത അല്ലെങ്കിൽ കോമൺ പബ്ലിക്കിന് അറിയാത്ത ഒരു സാധനം എഴുതി നമ്മുടെ ഫ്രണ്ടിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതറിയത്തില്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെങ്കിൽ നമ്മളത് ഗൂഗിൾ ചെയ്യണം. പേപ്പർ വാല്യൂഷന് പോകുന്നവർക്ക് അത് സാധ്യമല്ല. അപ്പം എന്ത് വേണം, എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ വേറിട്ട് നിൽക്കുന്ന എക്സാമ്പിൾസ് മുന്നോട്ട് വെക്കാൻ നോക്കണം. ഇപ്പോൾ വിമൻ എംപവർമെൻ്റ് എന്ന് പറയുമ്പോൾ ജാൻസി റാണി എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല. കാരണം എഴുതുന്നതിൽ ഒന്നും കിട്ടാത്ത ഏതവനും പോലും വേണമെങ്കിൽ ജാൻസി റാണി എഴുതി വെക്കും അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ നമുക്കറിയാവുന്ന കുറച്ച് സ്ത്രീകളുടെ പേര് എന്തായാലും എല്ലാവരും എഴുതും. അതേസമയം നിങ്ങൾ ആലോചിക്കുക, ഇത് റീസെൻ്റ്ലി ന്യൂസിലുള്ളതാണ്, പത്രം വായിക്കുന്ന എല്ലാവർക്കും ഇത് കേട്ടിട്ടുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഇൻസ്റ്റയിൽ കൂടെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകുന്നവർ ഇത് കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇവാലുവേറ്റർ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ലീഡെങ്കിലും അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. നിങ്ങളിത് എക്സാമ്പിളായിട്ട് എഴുതി വെക്കുമ്പോൾ ബാക്കി പേപ്പറുകളിൽ ഇല്ലാത്തൊരു വ്യത്യസ്തത നിങ്ങളുടെ പേപ്പറിലേക്ക് കയറി വരുന്നു. എന്നാൽ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആ ആംഗിളിൽ ചിന്തിച്ചല്ലോ എന്ന് ഇവാലുവേറ്റർക്ക് ഫീൽ ചെയ്യും. നമ്മൾ എഴുതുന്ന ഓരോ വേർഡിലും എന്തെങ്കിലുമൊക്കെ ഇവാലുവേറ്റർക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പേപ്പറിൽ മാർക്ക് വീഴും. മനസ്സിലായോ? എല്ലാവരും എഴുതുന്ന ഒരേ സാധനമായിരിക്കും നമ്മളും മിക്കവാറും GS പേപ്പറുകളിലെല്ലാം എഴുതാൻ പോവുക. GS 1, 2, 3 ഇതിനകത്ത് എല്ലാവർക്കും ഒരേ ഉത്തരങ്ങളെ ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായില്ലേ? കാരണം നമ്മുടെ സിലബസ് പഠിച്ചിട്ട് പോകുന്ന എല്ലാവർക്കും സെയിം ആൻസർ ആയിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല. എഴുതുന്ന ഓർഡർ മാത്രം മാറും. ഒരാൾ ഒന്നാമത് എഴുതിയ പോയിന്റ് അടുത്ത ആൾ മൂന്നാമതായിരിക്കും എഴുതുന്നതേ ഉള്ളൂ. ഒരേ പോയിന്റുകൾ എഴുതുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മളുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിലൊരു വ്യത്യാസം ഉണ്ടാവണം, അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനിലൊരു വ്യത്യാസം ഉണ്ടാവണം. രണ്ട്, നമ്മൾ കൊടുക്കുന്ന എക്സാമ്പിൾസിൽ വ്യത്യസ്തത ഉണ്ടാവണം. എന്നാലേ നമ്മുടെ പേപ്പർ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായിട്ട്, മറ്റൊരാളിൽ നിന്നല്ല മറ്റൊരു കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് ഇവാലുവേറ്റർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. എന്നാൽ നമ്മൾ ഒരു എക്സ്ട്രാ എഫേർട്ട് വിട്ടിട്ടില്ല, നമ്മൾ സെയിം പോയിന്റ്സാണ്. ഇയാൾ എഴുതി അതേ പോയിന്റ് തന്നെ ഞാനും എഴുതിയിട്ടുള്ളത്. പക്ഷേ ഞാനതിനെ വൃത്തിക്കും മെനയ്ക്കും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നല്ല കറക്റ്റ് ബുള്ളറ്റൊക്കെ ഇട്ട് ഞാൻ നല്ല വൃത്തിക്ക് എഴുതി. ഒപ്പം ഞാൻ ആ ഗ്രൂപ്പിലിരിക്കുന്ന ആരും എഴുതാത്ത 1-2 എക്സാമ്പിൾസ്, എന്നാൽ ഇവാലുവേറ്റർക്കോ ഒരു കോമൺ പബ്ലിക്കിനോ അറിയാവുന്ന എക്സാമ്പിൾസ് ഞാൻ എഴുതി. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇത്രയും പേരുടെ പേപ്പർ നോക്കുന്ന ഒരാൾക്ക് അവൻ എഴുതി തന്നെ, ഇവൻ എഴുതി തന്നെ ഈ പേപ്പറിനകത്ത് ഉടനെ എൻ്റെ പേപ്പർ വരിക, കൊള്ളാമല്ലോ, വെറൈറ്റി ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്നതിനേക്കാൾ ഒരു അരമാർക്കെങ്കിലും എനിക്ക് കൂടുതൽ ഇടാതിരിക്കത്തില്ല, ഇടും. അങ്ങനെയാണ് മൈൻഡ്. ഒരു 1, 2, 3 ചോദ്യത്തിന് അടുപ്പിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ, ആ പേപ്പർ അവസാനിക്കുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും തൊട്ടടുത്തിരിക്കുന്ന ആളിനേക്കാളൊരു 5-6 മാർക്ക് നിങ്ങൾക്ക് കൂടും. ഒരു സംശയം വേണ്ട. കാരണം ഫസ്റ്റ് നമുക്കൊരു ഇമ്പ്രഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് തോന്നിയ ദിവസം എഴുതി വെച്ചാലും, തോന്നിയ ദിവസം എന്ന് പറഞ്ഞാൽ ഇതുവരെ ബന്ധമില്ലാത്തതല്ല ഞാൻ പറയുന്നത്, റെഗുലർ ബോറിംഗ് സാധനം എഴുതിയാൽ പോലും നമുക്ക് തോന്നും. സ്വാഭാവികമായിട്ടും നമ്മൾ പേപ്പർ വാല്യുവേഷൻ നടത്തുന്നതാണ് നമ്മൾ ഈ പറയുന്നത്. നിങ്ങളുടെ ആദ്യത്തെ ഒരു 3-4 ചോദ്യം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇമ്പ്രഷൻ ഉണ്ട്, ഇവ സൂപ്പറാണ്. അപ്പോൾ അങ്ങോട്ട് പോകും തോറും അപ്പുറത്തിട്ടതിനേക്കാളും ഒരു അരമാർക്ക് എല്ലാ ക്വസ്റ്റ്യനും കൂട്ടിയിടാനുള്ള ടെൻഡൻസി നമ്മുടെ മനസ്സിലേക്ക് വരും. കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ, ചിലപ്പോൾ അവനായിരിക്കും ഇതിന് മികച്ചൊരു ആൻസർ എഴുതിയത്, പക്ഷെ കാര്യമില്ല. ആ പേപ്പറിലേക്ക് വരുമ്പോൾ ആദ്യം ഉണ്ടാക്കിയൊരു ഇമ്പ്രഷൻ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. 20 ചോദ്യങ്ങൾ കഴിയുമ്പോഴത്തെ എങ്ങനെ പോലും 5-6 അല്ലെങ്കിൽ ഒരു 10 മാർക്ക് വരെ വ്യത്യാസം വരാം ഇങ്ങനെ വൃത്തിക്കാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ. ഒരു പേപ്പറിൽ 10 മാർക്ക്, 4 പേപ്പർ 40 മാർക്ക്, വലിയ ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ അതിന് സിലബസ് പഠിക്കണം. നോക്ക്, കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അവിടെ എന്ത് വേണമെങ്കിലും ആവാം എന്നവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് വൃത്തിയായിട്ട് അല്ലേ. 2 ഹിസ്റ്ററികൾ മുന്നേ ഉള്ളതും അതിനുശേഷമുള്ള മോഡേൺ ഇന്ത്യയും പഠിക്കുന്നുണ്ട്. പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ ഇതുപോലെ വരുന്ന കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ. കാരണം അവരിങ്ങനെ സാധനം കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഇവൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ഇലക്ഷൻ നടക്കുക, ഈ ഇലക്ഷൻ ന്യൂസിനകത്ത് 1952 ഒരു ഇലക്ഷൻ ന്യൂസ് വന്നു എന്ന് കരുതുക, അവർക്ക് ക്വസ്റ്റ്യൻ ആക്കാം. അവരതിനുള്ള എല്ലാ സ്കോപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫിയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്ക്,
ഫിസിക്കൽ ജോഗ്രഫി എടുത്തു കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ, എക്കണോമിക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും നമ്മൾ പഠിച്ചു പറ്റും. അല്ലെങ്കിൽ ജോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത്, സണ്ണ്, റൊട്ടേഷൻ, റവല്യൂഷൻ, ഇൻറ്റീരിയർ ഓഫ് എർത്ത് അത് മാത്രമല്ല എന്ന് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഹ്യൂമൻ റിസോഴ്സസ് പഠിക്കണം, മിനറൽ റിസോഴ്സസ് പഠിക്കണം, പോപ്പുലേഷൻ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പഠിക്കണം എന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ജോഗ്രഫി ഓഫ് ദി വേൾഡ്, വേൾഡ് ജോഗ്രഫിയും പഠിക്കണം. ഓക്കെ, ഇനി പൊളിറ്റി, ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂസ് എക്സെട്ര എന്തു ആവാം. മനസ്സിലായില്ലേ? നോക്കിയേ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഇവിടെ വീണ്ടും ക്വസ്റ്റ്യൻ ഉണ്ട്, വേർഡുണ്ട്. പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ പൊളിറ്റിക്കൽ ന്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നവർ കാണേണ്ട സാധനങ്ങളാണ്. എന്നെ ഞാൻ എടുത്തെടുത്ത് ഇങ്ങനത്തെ വാക്കുകൾ വീണ്ടും വീണ്ടും വരുന്നത്. പൊളിറ്റിക്കൽ ന്യൂസ് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് മിസ്സാവും. മനസ്സിലായോ? ആദ്യത്തെ കേസ് നടന്നപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, പഞ്ചായത്ത് രാജ് കേരളത്തിൽ നടപ്പാക്കിയപ്പോൾ അന്നത്തെ മന്ത്രി ആരാണ്? എന്തൊക്കെ ചോദിക്കാം പഞ്ചായത്ത് രാജിനെ കുറിച്ചല്ലേ? ആർട്ടിക്കിൾ ചോദിക്കാം, അമെൻമെൻറ്റ് ചോദിക്കാം, എന്തൊക്കെ ചോദിക്കാൻ കിടക്കുന്നു. അവർ ചോദിച്ച ചോദ്യം ഇങ്ങനെ. വേണമെങ്കിൽ നമുക്കതൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. നമ്മൾ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ട. നമ്മൾ ബില്ല് കൊണ്ടുവരണം, അത് പാസ്സാക്കണം. അപ്പോൾ ആര് ബില്ല് കൊണ്ടുവന്നു എന്നറിയണ്ടേ? ഓക്കെ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പോവർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക്സ്, സോഷ്യൽ സെക്ടർ ഇനീഷ്യേറ്റീവ്. എക്കണോമിയുടെ കാര്യം തന്നിട്ടുണ്ട്. നല്ല വിശദമായിട്ട് തന്നെ എല്ലാ തരം കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം എന്നും പറയുന്നുണ്ട്. പിന്നെ ജനറൽ ഇഷ്യൂസ് ആണ് എൻവയോൺമെൻറ്റൽ എക്കോളജി, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ദാറ്റ് ഡു നോട്ട് റിക്വയർസ് സബ്ജക്റ്റ് സ്പെഷ്യലൈസേഷൻ എന്നും തന്നിട്ടുണ്ട്. അതായത് ഈ വിഷയങ്ങളിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ പഠനത്തിലേക്ക് പോകരുത് എന്നവർ കൃത്യമായിട്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ കാണാം. എൻവയോൺമെൻറ്റ് എക്കോളജി പ്രിലിംസ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ആഴത്തിലേക്ക് ഇറങ്ങിപ്പോൾ ഒരു ചോദ്യങ്ങളും ഇല്ല. സ്കൂളിൽ +2 ബയോളജിക്കകത്ത് പഠിക്കേണ്ട സാധനങ്ങൾ അവിടെ വരെ, അതൊന്നല്ല അവിടെ വരെ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. ബാക്കി ഫുള്ള് ന്യൂസ് പേപ്പറിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് സ്പെഷ്യലൈസേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ഓപ്ഷനിലല്ല ഇവിടെ പഠിക്കുന്നത്, നിങ്ങൾ പ്രിലിംസിനുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അവസാനം കൊടുത്തിട്ടുണ്ട് ജനറൽ സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ സബ്ജക്റ്റുകളിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം. സോ ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ അറിയാം. ഇതിനകത്ത് ഇത് ന്യൂസ് പേപ്പർ, ബാക്കിയെല്ലാം സ്കൂളിലെ സിലബസാണ് തന്നേക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. ഇതിനകത്ത് ഏത് വാക്കും നിങ്ങൾക്ക് NCERT പുസ്തകങ്ങളിൽ നോക്കിയാൽ കാണാം. മനസ്സിലായോ? അപ്പം NCERT വായിക്കേണ്ട ആവശ്യകതയും അവരവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇനി പേപ്പർ 2, ന്യൂസ് പേപ്പറിൻ്റെ സെഷനിൽ പേപ്പർ 2-ന് എന്തോ കാര്യം? കോംപ്രിഹെൻഷൻ. UPSC കോംപ്രിഹെൻഷൻസ് സോഴ്സ് ചെയ്യുന്നതിൽ പ്രധാന ഒരു ഉറവിടം എന്ന് പറയുന്നത് നല്ല ഒതൻറ്റിക് ആയിട്ടുള്ള മാഗസിൻസാണ്. ഒന്ന് റിസർച്ച് പേപ്പറുകളാണ്, ഈ ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പേപ്പറുകളില്ലേ, അതാണ് ഒരു സോഴ്സ്. ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഒതൻറ്റിക് ആയിട്ടുള്ള മാഗസിൻസ് എന്ന് പറയുമ്പം നമ്മുടെ ഡൗൺ ടു എർത്ത് പോലത്തെ മാഗസിൻസ്. അതായത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഈസി ആയിട്ട് അവൈലബിൾ അല്ല, പക്ഷെ അത്ര ഒതൻറ്റിക് ആണ്. മനസ്സിലായോ? എന്നാൽ ഇത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് വേറൊരു രീതിയിൽ. നമ്മളിന്ന് കാണുന്ന പല ന്യൂസുകളും, ന്യൂസ് പേപ്പറുകളിൽ പബ്ലിഷ് ചെയ്യുന്ന പല ന്യൂസുകളും ഈ പറയുന്ന ഡൗൺ ടു എർത്ത് പോലൊക്കെയുള്ള മാഗസിൻസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവിടെ പബ്ലിഷ് ചെയ്ത ആ ആർട്ടിക്കിൾ ആയിരിക്കും പിന്നീട് ഒരു ന്യൂസ് മെറ്റീരിയലായിട്ട് പത്രങ്ങളിൽ വരുന്നത്. അപ്പം അത് വായിച്ചില്ലെങ്കിൽ കൂടെയും പത്രം വൃത്തിയായിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ആ പാസേജസ് കിട്ടും. എന്ന് വെച്ച് പത്രത്തിൽ നിന്നും പാസേജ് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. ആ സ്റ്റൈല് നമുക്ക് മനസ്സിലാവും. കാരണം അവർ ഈ വർഷം ഇടാൻ പോകുന്നത് ചിലപ്പോൾ 2015-ലോ 2016-ലോ ഇറങ്ങിയ ഡൗൺ ടു എർത്തിൽ നിന്നൊക്കെ ആയിരിക്കും പാസേജ് ചൂണ്ടുക. അപ്പോൾ എന്തായാലും നമുക്ക് അത് വായിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൈൻ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരു പാസേജ് വന്നിട്ടുണ്ട് എന്ന് കരുതുക. അവർ കോമൺലി പത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനെ സെൻറ്റൻസുകൾ വരും. ഓക്കെ, നീട്ടി വലിച്ച് സെൻറ്റൻസുകൾ തന്നിട്ട് അത് ചോദിക്കാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യം എന്താ? ക്രക്സ് ഓഫ് ദി പാസേജ് എന്താണെന്ന്, അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും?
ഒരു പാസേജ് വന്നിട്ട് ആ പാസേജിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് തരത്തിലാണ്, മെയിനായിട്ട് രണ്ട് വ്യത്യസ്ത തരത്തിലാണ് പാസേജസ് ചോദിക്കുക. ഒന്ന് ക്രക്സ് ഓഫ് ദി പാസേജ് എന്ത്, രണ്ട് അസംഷൻസ്. ഇതിനെ വേറെ വേറെ വാക്കുകളിലായിരിക്കും അവർ ഓരോ ചോദ്യങ്ങൾ തരിക. ഒരെണ്ണം ക്രക്സ് ഓഫ് ദി പാസേജ് എന്ന് ചോദിക്കും, ഒരെണ്ണം മീനിങ് ഓഫ് ദി പാസേജ് എന്ന് ചോദിക്കും. അങ്ങനെ അങ്ങനെ പല വേർഡ്സാണ്. സോ ബേസിക്കലി ആ പാസേജിൻ്റെ ഉള്ളടക്കം എന്ത്, ഇതൊരു ടൈപ്പ് ചോദ്യം. രണ്ടാമത്തെ, ആ പാസേജിൽ എന്തൊക്കെ അസംഷൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ അസംഷൻസ് വിട്ടാൽ ഈ ക്രക്സ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഇവിടുന്ന് കൂടുതലും വരിക. ഈ വരുന്നതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വലിയ ലൈൻ തന്നേക്കും. എന്നിട്ട് അവർ ചോദിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദി ക്രക്സ് ഓഫ് ദിസ് പാസേജ്. എന്നിട്ട് 4 ഓപ്ഷൻ ഉണ്ടാവും. 1 or 2 ഓപ്ഷൻസ് ഈ പാസേജിൽ കൊടുത്തേക്കുന്ന വരികൾ, പൂർണ്ണമായിട്ടും വരികൾ വേണമെന്നില്ല, വരികളുടെ ഏതെങ്കിലും ഭാഗം അതേപടി ചൂണ്ടിയെടുത്ത് ഇവിടോട്ട് അങ്ങ് തരും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, PYQs എടുത്ത് നോക്കിയാൽ കാണാം, പൊതുവേ ഒരു പാരഗ്രാഫിൻ്റെ അവസാനത്തെ ഭാഗം എങ്ങനെയായാലും ഓപ്ഷനിലുണ്ടാവും. കാരണം എന്താ, നമ്മൾ വായിച്ച് നിർത്തിയ ലാസ്റ്റ് ഭാഗം അതാ. സോ നമ്മുടെ മെമ്മറി ലാസ്റ്റ് കിടക്കുന്നത് അതാ, ആ വാക്കായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഈ വാക്കുള്ള ഏതെങ്കിലും ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചൂണ്ടും. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് അവിടോട്ട് പോകും. ഇനി വേറൊരെണ്ണമാണ് ശരി ഉത്തരം എന്ന് തോന്നിയാൽ നമുക്ക് അന്നേരം ഡൗട്ട് അടിക്കും. പക്ഷേ ഇതിവിടെ കിടപ്പുണ്ട്, ഇനി അതായിരിക്കുമോ ഇതായിരിക്കും, ഇങ്ങനെ ഡൗട്ട് അടിപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ 1 or 2 ക്രക്സിൻ്റെ കാര്യത്തിൽ 1 or 2 ഓപ്ഷൻസ് ഇതേപോലെക്ക് ഈ പാസേജിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വാക്കുകൾ അതേപടി ചൂണ്ടിയെടുത്ത് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതായിരിക്കും ഉത്തരം തോന്നും, എന്നാൽ അതായിരിക്കത്തില്ല ഉത്തരം. വേറെ 2 ഓപ്ഷനും കൂടാണ്. അതായത് ഒറ്റയടിക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാസേജിൽ കിടക്കുന്ന ഒരു വാക്കുകൾ പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതെങ്ങനെ ഉത്തരം വരുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ന്യൂസ് പേപ്പർ മെറ്റീരിയലിൽ ആദ്യത്തെ ലൈനോ അവസാനത്തെ ലൈനോ ഇതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. കഴിഞ്ഞ 2 വർഷം മുമ്പാന്ന് തോന്നുന്നു, കഴിഞ്ഞ അങ്ങേ വർഷം നിങ്ങൾ PYQ എടുത്ത് നോക്കുമ്പം ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു പാസേജ്. എലിഫൻറ്റിനെ കുറിച്ച് അങ്ങോട്ട് കൊടുത്തത്, എലിഫൻറ്റ് ഈസ് ദി കീ സ്റ്റോൺ സ്പീഷീസ് എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ആൻസർ വരിക. അതിനകത്ത് ഈ കീ സ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നൊരു കാര്യമേ കൊടുത്തിട്ടില്ല, ആ വാക്കേ ഇല്ല, കീവേഡ് അങ്ങനേ ഇല്ല. പക്ഷെ നിങ്ങളെ ഡൗട്ട് അടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വേറെ അതിനകത്തു നിന്ന് വാക്കുകൾ എടുത്തിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും പിള്ളേർ കീ സ്റ്റോൺ സ്പീഷീസിലോട്ടൊന്നും പോകത്തില്ല. പക്ഷേ ആ പാസേജിൻ്റെ തുടക്കത്തിൽ യഥാർത്ഥത്തിൽ അത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത് വന്നൊരു ആർട്ടിക്കിളാണ്, ന്യൂസ് ആർട്ടിക്കിളാണ്. അതായത് ഡൗൺ ടു എർത്തിൽ നിന്ന് എടുത്ത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അവർ പബ്ലിഷ് ചെയ്ത് നമ്മുടെ മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രൂപത്തിലേക്ക് വന്നൊരു സാധനം. ഇതിനകത്ത് ആ പാസേജിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, എലിഫൻ്റ് ഒരു കീ സ്റ്റോൺ സ്പീഷീസ് ആണ്. ആ പറഞ്ഞ കാര്യം ഈ ഒരു പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യലാണല്ലോ പാരഗ്രാഫിൻ്റെ ബാക്കി ഉദ്ദേശം. അങ്ങനെ ആ പാരഗ്രാഫ് അതൊക്കെ അറിയത്തില്ലയോ? ഫസ്റ്റ് ലൈൻ പറഞ്ഞേക്കുന്നത് എലിഫൻ്റ് ഒരു കീ സ്റ്റോൺ സ്പീഷീസ് ആണെന്ന് പറഞ്ഞതിന് ശേഷം അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേക്കുന്ന ആ പാരഗ്രാഫാണ് നമുക്കിവിടെ പാസേജായിട്ട് അവർ തന്നിരിക്കുന്നത്. സോ ആൻസർ ഓൾറെഡി അവിടെ ഉണ്ട്. അല്ലാതെ UPSC ക്വസ്റ്റ്യൻ ഇടുന്നവർ രൂപീകരിച്ചെടുത്തൊരു ആൻസർ അല്ല അത്. മനസ്സിലായി? അപ്പം പറഞ്ഞു വന്നത്, ന്യൂസ് പേപ്പർ വായന നിങ്ങൾ ഇതേപടി കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് CSAT വരുന്ന പാസേജസിൻ്റെ ഒരു സ്റ്റൈല് നിങ്ങൾക്ക് മനസ്സിലാവും. വൺസ് ആ സ്റ്റൈല് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസേജസ് ഫുൾ അടിക്കാൻ പറ്റും. ഒന്നുകിൽ പത്രം വൃത്തിയായിട്ട് വായിക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല വൃത്തിക്ക് ചെയ്ത് പഠിക്കുക. ഈ 2 രീതിയിൽ കൂടെ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി നമ്മൾ മെയിൻസിൻ്റെ സിലബസ് നോക്കാം. ഇവിടെ തൊട്ടാണ് സിലബസ് എന്ന് പറയുന്ന കാര്യത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കയറി വരുന്നത്. എന്നാടാ ചിരി, ഇങ്ങനെ ബോറടിപ്പിക്കുവാണെന്നാണല്ലോ. നമുക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഫ്രണ്ടിൽ വരികയും ചെയ്ത്. പോട്ടെ, നീ ഉറങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് മെയിൻസിൻ്റെ കാര്യത്തിലാണ്. കാരണം മെയിൻസ് എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊന്നും നമുക്ക് ഫസ്റ്റ് പ്രിപ്പറേഷൻ വരുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവത്തില്ല അല്ലേ. അപ്പം ഏറ്റവും ബെസ്റ്റ് പഠന സഹായിയാണ് നമ്മുടെ സിലബസ്. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക. സിലബസിൽ എന്താണോ മെയിൻസിന് കൊടുത്തേക്കുന്നത് അത് മാത്രം പഠിക്കുക, അതിനുവേണ്ടി മാത്രം നോട്ട് ഉണ്ടാക്കുക. മെയിൻസിന് ചോദിക്കുന്ന ഏറ്റവും കൂടിയ മാർക്ക് എത്രൻ്റെയാ? 10? 15. 15 മാർക്കിന് എത്ര വേർഡ്സ് എഴുതണം? എത്ര? ഇത് 3 പുറം. എത്ര വേർഡ്സ് എഴുതണം? എത്ര? 250. 250 വാക്ക് മതി നമുക്ക് മാക്സിമം ഒരു ആൻസർ എഴുതാൻ.
ഒന്ന് ആലോചിച്ചേ, തീരെ ചെറുത്. 250 വാക്ക് എന്ന് പറയുമ്പോൾ തീരെ ചെറുത്. അപ്പം ഈ ഓരോ കീവേഡിലും നമുക്ക് 250 വാക്കിനുള്ള സാധനം പഠിച്ചാൽ മതി. അപ്പം നമ്മുടെ നോട്ടും അങ്ങനെ ആയിരിക്കണം. ഓക്കെ, നമ്മുടെ നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ല അത് വലിച്ചു വാരി ഒരു ടോപ്പിക് എടുത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ കൊടുക്കാം. ഇവിടെ ഫ്രീഡം സ്ട്രഗിൾ, ഇറ്റ്സ് വേരിയസ് സ്റ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. ഓക്കെ, ഭയങ്കര ബ്രോഡായിട്ട് തന്നെ അങ്ങ് തന്നേക്കാം. പക്ഷേ ഇറ്റ്സ് വേരിയസ് സ്റ്റേജസ്. അപ്പോൾ ഓരോ സ്റ്റേജ് എടുക്കുക. ഫ്രീഡം മൂവ്മെൻറ്റ് ആദ്യത്തെ സ്റ്റേജ് എന്തുവാ? പ്രീ കോൺഗ്രസ് ഒരു കാലഘട്ടം, കോൺഗ്രസിൻ്റെ ഒരു കാലഘട്ടം, ഗാന്ധിയുടെ ഒരു കാലഘട്ടം. ഗാന്ധി വേണമെങ്കിൽ നമുക്ക് രണ്ടാക്കാം. ഗാന്ധി വന്നത് മുതൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് വരെയും സിവിൽ ഡിസൊബീഡിയൻസ് മുതൽ ക്വിറ്റ് ഇന്ത്യ വരെയും രണ്ട് ഭാഗമാക്കാം. അതിനുശേഷം ഫ്രം ക്വിറ്റ് ഇന്ത്യ ടു ഇൻഡിപെൻഡൻസ്. ഇത്രയേ ഉള്ളൂ സാധനം. കാലഘട്ടം നമ്മൾ വേർതിരിച്ചു. ഇതിനകത്ത് എന്താ വേണ്ടത്? പ്രധാനപ്പെട്ട സംഭവങ്ങൾ എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ നോൺ കോപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻസ്, പിന്നെ ഇടയ്ക്ക് കയറിയത് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഇങ്ങനെ ടോപ്പിക്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ ടോപ്പിക്കിനും 250 വേർഡ്സിൻ്റെ മാക്സിമം ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, കഴിഞ്ഞ 10 വർഷത്തെ ചോദ്യ പേപ്പർ നോക്കുക. ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആ ഏരിയാസ് ഒക്കെ പിക്ക് ചെയ്യുക. ആ ഏരിയാസിൻ്റെയൊക്കെ നോട്ട് ഉണ്ടാക്കി വെക്കുക. ഇനി ബാക്കി ഏതൊക്കെയാണോ നമ്മൾ എന്തായാലും വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയയും കിട്ടും. ഇത്രയേ ഉള്ളൂ നോട്ട് മേക്കിംഗ് പ്രോസസ്സ്. സോ ഇവിടെ എങ്ങനെ പത്രം കയറി വരുന്നു എന്ന് നമ്മൾ ഈ സെഷനിൽ പറയും. ഓക്കെ, അതായത് പത്രം സെപ്പറേറ്റ്, അല്ലാത്ത നോട്ട് സെപ്പറേറ്റ്, അങ്ങനെ എഴുതി വെച്ച് നിങ്ങൾ പഠിക്കരുത്. ഓക്കെ, പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മെയിൻസ് നോട്ടിനെ എന്താ പറയുക, ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് ഏതും എടുത്തോട്ടെ, പേപ്പർ 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, ഏത് പേപ്പർ എടുത്താലും ആ പേപ്പറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് കണ്ടന്റ് ആയിരിക്കും. അതിന് മുകളിലായിരിക്കും ഐസിങ്, കേക്കിന് ഐസിങ് കൊടുക്കുന്ന പോലെ ഈ പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുക. ചില ചോദ്യങ്ങൾ ഡയറക്റ്റ് കറണ്ട് അഫെയർ ചോദിക്കും. അത് നമുക്ക് ഫുള്ളായിട്ട് പത്രത്തിൽ നിന്ന് എടുത്ത് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ റീസെൻ്റ്ലി പാസ് ചെയ്ത എന്തെങ്കിലും ബില്ലിനെ കുറിച്ചോ ആക്ടിനെ കുറിച്ചോ ചോദ്യം വരാം. അതൊക്കെ നമുക്ക് ഡയറക്റ്റ് പത്രത്തിൽ നിന്ന് കിട്ടും. പക്ഷെ എന്നാലും ഒരു 70-75% പാസ് എടുത്തോട്ടെ 70-75% ചോദ്യങ്ങളും ആ ഒരു ബേസിക് കണ്ടന്റിന് മുകളിൽ ഈ പറയുന്ന ന്യൂസ് പേപ്പറിൻ്റെ ഐസിങ് വെച്ച് വിടേണ്ട സാധനങ്ങളായിരിക്കും. ഓക്കെ, നോക്കിയേ, GS 1-ൻ്റെ ഹിസ്റ്ററി പാർട്ട് തന്നിട്ടുണ്ട്, സൊസൈറ്റി പാർട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ജോഗ്രഫി പാർട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം പേപ്പർ 1-നകത്ത് ഹിസ്റ്ററി, സൊസൈറ്റി, ജോഗ്രഫി, ഇത്ര സാധനങ്ങളുണ്ട്. കീവേഡ്സ് ഓരോന്നും ഉണ്ട്. ന്യൂസ് വരുമ്പോൾ നമുക്ക് എടുത്ത് കാണിക്കാം. GS 2-ലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കാം. പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഗവേണൻസിൻ്റെ പാർട്ടുണ്ട്, ഗവേണൻസിനകത്ത് തന്നെ വരുന്നതാണ്. സോഷ്യൽ ജസ്റ്റിസ് അങ്ങനത്തെ അടുത്ത പാർട്ട്, IR. ഓക്കെ, ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കുന്നത്. അടുത്ത GS 3-ലേക്ക് വരുമ്പോഴത്തേക്ക് ഇന്ത്യൻ എക്കണോമി, അഗ്രികൾച്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ലാസ്റ്റ് സെക്യൂരിറ്റി. ഇത്ര സാധനങ്ങളുണ്ട് അതിനകത്ത് പഠിക്കാൻ. ഇനി പേപ്പർ 4-ലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കാര്യമായിട്ട് ഒരു സിലബസ് തന്നിട്ടുണ്ട്. ഓക്കെ, കാരണം പേപ്പർ 4 ഒരു വെറൈറ്റി പേപ്പറാണ്. അവിടെ ക്രിയേറ്റിവിറ്റി എല്ലാം ഇറക്കാൻ പറ്റുന്നൊരു പേപ്പറാണ്. എസ്സേയും പോലൊക്കെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം ഇറക്കാൻ പറ്റുന്നൊരു പേപ്പറാണ്. ഇവിടെ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ട വേറൊരു രീതിയിലാണ്. പക്ഷേ അത് നിങ്ങൾക്ക് എത്തിക്സിൻ്റെ ക്ലാസ് തുടങ്ങുമ്പോൾ സാറ് പറഞ്ഞു തരും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പറിലേക്ക് തിരിച്ചു പോകാം. എല്ലാവരും ഏത് വഴിക്കാണ് നോട്ട് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഓരോ ന്യൂസ് എടുക്കാം. കാണാമല്ലോ. ആദ്യത്തെ ഈ ന്യൂസ് തന്നെ എടുത്തു. മെയിൻ ഹെഡ്ലൈൻ, വിത്ത് ബിഗ് വിൻസ് റൂളിംഗ് പാർട്ടീസ് ബാക്ക് ഇൻ പവർ ഇൻ അരുണാചൽ ആൻഡ് സിക്കിം. ഇതിനകത്ത് എന്താണ് UPSC ആസ്പിരൻ്റ് എന്നുള്ള നിലയ്ക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പറ. ഈ ന്യൂസിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്? എലക്ഷൻ എന്ത്? എലക്ഷൻ്റെ എന്ത്?
കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞത് ആ ന്യൂസ് നമുക്ക് റെലവൻ്റ് അല്ല. ഒരു പാർട്ടി വീണ്ടും ഭരണത്തിൽ വന്നു എന്നുള്ളത് UPSCക്ക് റെലവൻ്റ് അല്ല. കാരണം എന്താ? നമ്മൾ ആ കണ്ട സിലബസിനകത്ത് എങ്ങും ആ സാധനം പറയുന്നില്ല. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായോ? ആരൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ന്യൂസിനെ കുറിച്ച്? ആരും എഴുതിയിട്ടില്ല. ഇല്ല. ഓക്കെ, ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും റെലവൻറ്റ് സാധനങ്ങളുണ്ടോ ഈ ന്യൂസിനകത്ത്? ഇതാ ഞാൻ പറയുന്നത്, ഈ ന്യൂസിനകത്ത് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. കാരണം ഹെഡ്ലൈൻ തന്നെ അതാ, 2 പാർട്ടികൾ തിരിച്ച് അധികാരത്തിലേക്ക് വന്നു എന്ന് പറയുന്ന ന്യൂസിനകത്ത് തീർച്ചയായിട്ടും ഇലക്ഷനെ കുറിച്ചുള്ള ന്യൂസുകൾ ഉണ്ടാകത്തുള്ളൂ. എത്ര സീറ്റ് കിട്ടിയെന്നോ ആരൊക്കെ തോറ്റെന്നോ ഒക്കെ. എന്നാലും ഒന്ന് വായിച്ചു പോയേക്കുക. ഇവിടെ ടൈം കൊടുക്കരുത്. ഈ ന്യൂസിനകത്ത് അധികം ടൈം എടുത്തുകൂടാ. നിങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകണം. വായിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, ചിലപ്പം ലോട്ടറി അടിച്ച പോലേക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടാം. 2, നമ്മൾ കുറേ കാര്യങ്ങളുമായിട്ട് ഫെമിലിയർ ആവണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊന്നും ഉദ്ദേശിക്കുക, ഇപ്പം ഒരു പേര് തന്നു കഴിഞ്ഞാൽ, ഒരു സ്ഥലപ്പേര് തന്നു കഴിഞ്ഞാൽ അത് ഏത് സംസ്ഥാനമാണെന്ന് നിങ്ങളെങ്ങനെ ഗസ് ചെയ്യും? നിങ്ങൾക്ക് അറിയാത്ത ഒരു സ്ഥലപ്പേര് തന്നു, അറിയാത്ത ഒരു സംസ്ഥാനത്തിൻ്റെ ആളിൻ്റെ പേര് തന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. അതായത് ഒരാളിൻ്റെ പേരും തന്നു, ഒരു സംസ്ഥാനത്തിൻ്റെ പേരും തന്നു. അങ്ങനെ 3-4 പേര് തന്നിട്ട് വിച്ച് ഓഫ് ദീസ് പേഴ്സ് ഈസ് കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ അതിലേക്ക് എത്തും? എന്ത് കോമൺ സംഭവം? അത് മനസ്സിലാവുമല്ലോ അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മുത്തുസ്വാമി അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഒരു തമിഴ്നാടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇനി നമ്മുടെ നാട്ടിൽ സ്ഥലപ്പേരുകൾ എടുക്കുക, നമ്മുടെ കേരളത്തിലെ സ്ഥലപ്പേരൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? അതിനുള്ള ഒരു പൊതു സ്വഭാവമുണ്ട്. ഇപ്പോൾ ഒരു 3-4 മഹാരാഷ്ട്രക്കാരുടെ പേര് പറഞ്ഞേര്. പറ. മഹാരാഷ്ട്രക്കാരുടെ പേര് പറഞ്ഞു. നിന്റെ മനസ്സൊക്കെ പെട്ടെന്ന് വരുന്ന പേര് പറഞ്ഞാൽ മതി. ഫഡ്നവിസ്, ബാൽ താക്കറെ, ഉദ്ധവ് താക്കറെ. ഒരേ ലൈനിൽ പിടിക്കാതെ മാറ്റി പറ. നിങ്ങൾ പറ. ഇവിടെ പെമ്പിള്ളാർ അതിപ്രസരമുണ്ട്, അവർ പറയട്ട്. ഒരു 3-4 മഹാരാഷ്ട്രക്കാരുടെ പേര് പറ. അവൻ അറിയാവുന്ന ഒരു ഏരിയ പിടിച്ചു, പൊളിറ്റിക്സ്. അവൻ അങ്ങനെ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയ പിടിച്ചിട്ട് പറ. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ടെണ്ടുൽക്കർ, ഗവാസ്കർ എന്നൊക്കെ പറയും. ആ പേരുകളുടെ എല്ലാം പ്രത്യേകത നിങ്ങൾ നോക്കുക. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു സ്പെസിഫിക്, ഇപ്പം ടെണ്ടുൽക്കർ, ഗവാസ്കർ, അജിത് അഗർക്കർ, കർ അവസാനിക്കുന്നുണ്ടോ? അതപ്പോൾ എന്തായിരിക്കും? ആ ഒരു മഹാരാഷ്ട്ര ഏരിയ ആയിരിക്കും എന്ന് എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഇങ്ങനെ പോലെയൊക്കെ അവസാനിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാലും നമുക്ക് അറിയാത്ത അവസ്ഥയിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, കണക്ട് ചെയ്യാനൊക്കും. മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ ന്യൂസ് വായിച്ചു പോകുന്നതിൻ്റെ ഒരു ഗുണം, സ്ഥലപ്പേരുകളൊക്കെ തന്നിരിക്കും. ചിലപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലെ സ്ഥലപ്പേരുകളൊന്നും നമുക്കറിയത്തില്ല. ആകെ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ മാത്രം എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പം അങ്ങനത്തെ പേരുകൾ നമ്മൾ ഫെമിലിയർ ആവണം. ഈസ്റ്റേൺ സൈഡ് ആയിക്കോട്ടെ, നോർത്ത് ഈസ്റ്റേൺ സൈഡ് ആയിക്കോട്ടെ, ആ സൈഡുകളിലൊക്കെ പേരുകൾ ഫെമിലിയർ ആവാൻ ഈ ന്യൂസ് ഒന്ന് ഓടിച്ചു വായിക്കലാണ് നമുക്ക് ഏറ്റവും നല്ല മാർഗം. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് അധികം ടൈം എടുക്കാതെ പെട്ടെന്ന് ഈ ന്യൂസ് വായിച്ചു പോകണം. ഇനി നെക്സ്റ്റ് ന്യൂസിലേക്ക് വരാം. സർവേ പ്രഡിക്ട്സ് BJP വിൻ, റൈസ് ഇൻ വോട്ട് ഷെയർ ഫോർ കോൺഗ്രസ് 2. ഇതിനകത്ത് എന്താ ഉള്ളത് ന്യൂസ് റെലവൻസ്? ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല, അതിനകത്തും റെലവൻസ് ഒന്നുമില്ല. കാരണം റൈറ്റ് നൗ നടന്ന ലോക്സഭാ ഇലക്ഷൻ്റെ ഏതോ സർവേയെക്കുറിച്ച് പറയുക. ജസ്റ്റ് ഓടിച്ച് വായിക്കുക, ടൈം കളയാൻ പാടില്ല. ഓക്കെ, അവിടെ 2 അകത്തേക്കുള്ള ന്യൂസുകളാണ് തന്നേക്കുന്നത്. അത് നമുക്ക് വിട്ടിട്ട് പോവാം. അടുത്തത്, കെജ്രിവാൾ റിട്ടേൺസ് ടു ജയിൽ ആസ് 21 ഡേ ഇൻ്ററിം ബെയിൽ എൻഡ്സ്. ഇനി അതിനകത്ത് എന്താ ഉള്ളത്? ബെയിലുണ്ട്. അവിടെ എന്താ പറഞ്ഞത്? എന്തുവാ ഇൻ്ററിം ബെയിൽ? എന്തുവാ? ഇവിടെ എന്തുവാ? ഇതിന് എന്തുവാ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? ഒന്നും എഴുതിയില്ല. അവിടോ ഇൻ്ററിം ബെയിൽ ഒന്നും എഴുതിയില്ല. സാന്ദ്ര, ഞാനത് കണ്ടേ ഇല്ലെന്ന്. ഇല്ല, എന്താണോട്ടോ എഴുതി? ഒന്നും എഴുതിയിട്ടില്ല. ഇവിടെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഇൻ്ററിം ബെയിൽ എന്തുവാണെന്നറിയാമോ? മലയാളമല്ല ഞാൻ ചോദിച്ചത്. അപ്പം ബെയിൽ എന്തുവാ? നോർമൽ ബെയിൽ എന്തുവാ?
സൗകര്യമായല്ലോ അത്. കുറ്റം ചെയ്തിട്ട് ഓള് നിന്നെ ഒരു കുത്തു കുത്തിട്ട് ഞാൻ വെയിലിൽ പോവാ നിന്നെ എനിക്കെന്നാ. ആ ആ ആ ആ ഇതാണ് ഈ കൺഫ്യൂഷനാണ് നമ്മൾക്ക് മാറ്റേണ്ടത്. ഈ ന്യൂസിൽ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണ് ഇന്ററിം ബെയിൽ എന്നുള്ളതാണ്. കേട്ടോ, ഹെഡ്ലൈനകത്ത് തന്നെ ഒരു സാധനം തന്നേക്കുന്നത് കണ്ടോ. ഇനി അകത്തോട്ട് നിങ്ങൾ കയറി വായിച്ചു നോക്കുക. ചിലപ്പോൾ അകത്ത് വേണമെങ്കിൽ ഇന്ററിം ബെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോട്ടറി, വേറെ ഒന്നും നോക്കാതെ തന്നെ അവിടുന്ന് തന്നെ സാധനം കിട്ടും. ഇല്ലെങ്കിലും ഈ ന്യൂസ് ഒന്ന് വായിച്ചു. ഇതിനകത്ത് വായിക്കുമ്പം നോക്കാം, ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ സറണ്ടേഡ് അറ്റ് തിഹാർ ജയിൽ ഓൺ സൺഡേ ഈവനിങ് സൂൺ ആഫ്റ്റർ ഓക്കെ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. പക്ഷെ അതൊക്കെ ആ ന്യൂസിനെ കുറിച്ച് പറഞ്ഞു പോകാം. നമുക്കിവിടെ എന്താ വേണ്ട, ഈ സാധനം മാത്രം മതി. അതെവിടെ കിട്ടുന്നുണ്ടോ? അപ്പം ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, വായിച്ചങ്ങ് പോയാൽ മതി. ഓക്കെ, വായിച്ചു പോയിട്ട് എവിടെയെങ്കിലും നോക്കുക നമുക്ക് ഈ വേണ്ട സാധനം ഉണ്ടോ ഇല്ല. അത്ര ഇടത്ത് തന്നിട്ടില്ല. കണ്ടിന്യൂഡ് ഓൺ പേജ് 8 എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഉണ്ടായാലോ നമുക്ക് നോക്കാം. അപ്പം ഇത്രയിടത്ത് ഈ സാധനം ഇല്ല. പക്ഷെ നമ്മൾ ഇതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ, അല്ലേ? കാരണം UPSC ചോദിക്കാം. എന്തുകൊണ്ട് ചോദിക്കാം നമുക്ക് നോക്കാം. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് GS 2-ൽ. നോക്ക്, ഫങ്ഷനിങ് ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ബെയിൽ കൊടുക്കുന്ന ആരാ? ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ ഫങ്ഷനിങ്ങിൽ പെടുന്ന ഒരു കാര്യമല്ലേ എന്ത്, ബെയിൽ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സിലബസിൽ കിടപ്പുണ്ട്. GS 2-ൽ കൃത്യമായിട്ട് ഫങ്ഷനിങ് ഓഫ് ജുഡീഷ്യറി കൊടുത്തിട്ടുണ്ട്. സോ ഈ പറയുന്ന ബെയിൽ എന്ന് പറയുന്ന കാര്യം അങ്ങോട്ടാണ് പോകേണ്ടത്. ഇപ്പം മനസ്സിലായോ? സിലബസ് അറിഞ്ഞു പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം. നമ്മൾ ഇന്ററിം ബെയിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ററിം ബെയിൽ എന്ന് പറയുമ്പോൾ ഓക്കെ, പ്രിലിംസിലേക്ക് ഓക്കെ പോളിറ്റി എന്ന് പറഞ്ഞ് ചുമ്മാ അങ്ങ് നന്നേക്കുക. മെയിൻസിലേക്ക് ഏത് ഭാഗത്തായിരിക്കും ഇത് വരിക, ഇത് നമ്മുടെ മനസ്സിൽ വരണം. അപ്പോൾ നമ്മൾ പറയണം ശരിയാണല്ലോ, അവിടെ ഫങ്ഷനിങ് ഓഫ് ജുഡീഷ്യറി ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. സിലബസ്, അപ്പം ഒരു ന്യൂസ് കാണുമ്പോൾ ന്യൂസിനൊപ്പം സിലബസും കൂടെ ആയിരിക്കണം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അങ്ങനെ വന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും പത്രം വായിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ടിൽ എന്തുണ്ടാവണം? സിലബസിൻ്റെ കോപ്പി ഉണ്ടാവണം. ഹാർഡ് കോപ്പി ആവാം, സോഫ്റ്റ് കോപ്പി ആവാം, നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടായേ പറ്റൂ. ഓക്കെ, ഇങ്ങനെ കുറേ ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഫെമിലിയർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ഇന്ററിം ബെയിൽ ഇവിടെ ഇല്ല. നമ്മളെന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്? ഗൂഗിൾ ചെയ്യണം. ഓക്കെ, ഗൂഗിൾ ചെയ്തേ പറ്റൂ. കാരണം അവിടെ ഇല്ലെങ്കിൽ നമ്മളത് അന്നേരം തന്നെ പഠിച്ചു പോകണം. ഗൂഗിൾ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് തപ്പിക്കൊണ്ടിരിക്കലല്ല ചെയ്യേണ്ടത്. ഗൂഗിൾ എടുക്കുക, അടിച്ചു നോക്കുക ഇന്ററിം ബെയിൽ അല്ലെങ്കിൽ വാട്ട് ഈസ് ഇന്ററിം ബെയിൽ എന്ന് അടിച്ചു നോക്കിയിട്ട് ഫസ്റ്റ് വരുന്ന റിസൾട്ട് എടുത്ത് അങ്ങ് വായിക്കുക. എന്തായാലും വല്ല UPSC സൈറ്റുകളായിരിക്കും വരിക. ഏത് സൈറ്റ് ആയിക്കോട്ടെ നിങ്ങൾ എടുത്തു വെച്ച് വായിക്കുക. എൻ്റെ മുന്നേ ജെമിനി ഒന്നും അത്ര സൂപ്പറൊന്നും ആയിട്ടില്ല. ജെമിനിയൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത് വരാനേ ഉള്ളൂ. ജെമിനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ജെമിനി നിർത്തി. ഞാനും ജെമിനിയും കൂടെ ഇടയ്ക്കിടെ ചുമ്മാ ആയിരിക്കും ഇങ്ങനെ ഓരോ ചോദ്യം ചോദിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജെമിനി അത്ര സുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ജെമിനി വിട്ടു. ജെമിനി കുറേയൊക്കെ ഡെവലപ്പ് ആകാൻ കിടക്കുന്നേ ഉള്ളൂ. അത് വരണം, കാരണം അതിന് ഡേറ്റ ഇൻപുട്ട് അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ ഡേറ്റ കുറേ ഇൻപുട്ട് ആയിക്കഴിഞ്ഞതിന് ശേഷം അവർ വരത്തുള്ളൂ. മനസ്സിലായില്ലേ? ജെമിനി ലോഞ്ച് ചെയ്ത ആ ഒരാഴ്ചക്കിടെ ഞാൻ ജെമിനിയുമായിട്ടൊന്ന് ഒരു ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി. ഞാൻ ചോദിച്ചു ഹു വാസ് ദി ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നൊരു ചോദ്യം ഒന്ന് ചോദിച്ചു. ചുമ്മാ അത് ഫസ്റ്റ് മൈൻഡ് വന്നതാ. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു MM മണിന്ന്. ഞാനും ജെമിനിയും കൂടെ പിന്നെ ഒരു 1.5 ആഴ്ചത്തേക്ക് മിണ്ടിയിട്ടില്ല. പിന്നെ ഇവരൊരു അപ്ഗ്രേഡ് നടത്തി. അതിനുശേഷം അപ്ഗ്രേഡ് നടത്തിയെന്നുള്ള ന്യൂസ് കണ്ടപ്പോഴേ ഞാൻ വീണ്ടും പോയി. അപ്പോൾ പിന്നെ EMS എന്നോട് പറഞ്ഞു ചെയ്യണ്ട, കുറച്ച് കാലം എടുക്കും, നമുക്ക് അതിനൊന്നും ആവശ്യമില്ല, ചുമ്മാ ഗൂഗിൾ ഉണ്ടല്ലോ, ഗൂഗിളിൻ്റെ അത്രയും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയൊരു സാധനമില്ല നമുക്ക്. ഓക്കെ, നേരെ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിലോട്ട് പോയിട്ട് ഇന്ററിം ബെയിൽ നിന്ന് അങ്ങോട്ട് അടിക്കുന്നു. അപ്പോൾ അവർ നൈസായിട്ട് ഇന്ററിം ബെയിൽ എന്താണെന്നും നോർമൽ ബെയിൽ എന്താണെന്നുള്ള ആ സെപ്പറേഷൻ അവിടെ തന്നിരിക്കും. എല്ലാ UPSC വെബ്സൈറ്റുകളും തരും. ഈവൻ പത്രത്തിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പത്രത്തിൻ്റെ സൈറ്റുകളിൽ പോലും സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഇന്ററിം ബെയിൽ, ഇന്ററിം ബെയിലും നോർമൽ ബെയിലും തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, പഠിച്ചാൽ മനസ്സിൽ നിൽക്കുമെന്നുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. മനസ്സിലായോ? കാരണം ഇതൊന്നും മറന്നു പോകേണ്ട ഒരു സാധനമല്ല. കാരണം ബെയിൽ പോലത്തെ ഒരു സാധനം ബെയിലേ ഉള്ളൂ ഇന്ത്യയിൽ, വേറെ ഇല്ല, അല്ലേ? കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റിയൊന്നുമില്ല. ബെയിലെന്ന് പറഞ്ഞാൽ ബെയില്, അല്ല വേറൊന്നുമില്ല. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറോ വിരാട് കോഹ്ലി രണ്ടുപേരുടെ റണ്ണിൻ്റെതോ ഇന്നിങ്സ് കളിച്ച ഇന്നിങ്സിനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. ബെയിലെന്ന് പറഞ്ഞാൽ ഒരു ബെയിലേ ഉള്ളൂ.
അപ്പോൾ അത് തെറ്റിപ്പോകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇല്ല, പറ്റത്തില്ല എന്ന് അത്രയും നിർബന്ധമുള്ളവർ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതിയിടാം. ഓക്കെ, ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ എഴുതിയിടാം. പക്ഷേ എഴുതുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സബ്ജക്റ്റ് വൈസ് തിരിച്ച് തന്നെ എഴുതണം. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 10 പേജ് വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിനായിട്ട് മാറ്റി വെക്കുക. പത്രത്തിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ട കുറച്ച് സബ്ജക്റ്റുകളുണ്ട്. ഒന്ന് എക്കണോമി, ഓക്കെ, 2 എൻവയോൺമെൻറ്റ്. ഈ 2 സാധനങ്ങൾ മസ്റ്റായിട്ടും പത്രം വായിക്കണം. അതായത് പത്രത്തിൽ നിന്നും ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യകത ഈ 2 എണ്ണത്തിനുണ്ട്. ഇനി അടുത്തത് പൊളിറ്റി, അടുത്ത ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് ഇന്ത്യ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യമാണ്. ഓരോ സംസ്ഥാനത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആർട്ട് ഫോംസ് ആണ്. ഓക്കെ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ആർട്ട് ഫോമിനെ കുറിച്ചോ ഏതെങ്കിലും ഒരു കൾച്ചറൽ ഡിഫറൻസിനെ കുറിച്ചോ ഒക്കെ സപ്ലിമെൻറ്റുകളിൽ വരും. ഹിന്ദുവിൻ്റെ സപ്ലിമെൻറ്റുകളോ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സപ്ലിമെൻറ്റുകളോ വായിക്കാതെ വിടരുത്. മനസ്സിലായോ? സപ്ലിമെൻറ്റിനകത്ത് ഇല്ല എന്നും പറഞ്ഞ് മാറ്റി വെക്കരുത്. സപ്ലിമെൻറ്റിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ ആർട്ട് ആൻഡ് കൾച്ചർ സാധനം കിടപ്പുണ്ടാവും. പ്രത്യേകിച്ച് പെയിൻറ്റിങ്സ്, ഡാൻസ് ഫോംസ്, പപ്പട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, മീൻസ് ഹാൻഡ്ലൂംസോ അല്ലെങ്കിൽ എംബ്രോയിഡറി വർക്കോ, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ന്യൂസ് വന്നാലും നമ്മൾ നോക്കി വെക്കണം. കാരണം UPSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പലതവണ, ഒരു തവണയല്ല പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സപ്ലിമെൻറ്റുകൾ ഒഴിവാക്കിക്കൂടാ. സപ്ലിമെൻറ്റ് വായിക്കുന്ന ശീലം ഇല്ലല്ലോ. മലയാളമല്ല ചോദിച്ചത്. ഹിന്ദുവിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിനെ വായിക്കുന്ന ശീലമുണ്ടോ? ഇല്ല. അപ്പോൾ ഇനിയും തൊട്ട് വായിക്കുമോ? പത്രം തന്നെ വായിക്കുന്നില്ല, പിന്നാണ് സപ്ലിമെൻറ്റ് വായിക്കാൻ പോലെ. അത് പറ്റത്തില്ല കേട്ടോ. പത്രവായന അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഷൻ തന്നെ വെച്ചിട്ട് തരുന്നത്. പത്രം വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വായിക്കത്തില്ല എന്ന് നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കിടക്കുന്നു എന്ന് നിങ്ങളെ ധരിപ്പിക്കാനായിട്ട് ഈ 2 മണിക്കൂറിൻ്റെ സെഷൻ ഇവിടെ നടത്തുന്നത് കേട്ടോ. അപ്പം ചുമ്മാ നടത്തുന്നതല്ല. ഇന്ന് മുതൽ ഈ രീതിയിലായിരിക്കണം എല്ലാവരുടെയും പത്രം വായന നോട്ടുണ്ടാക്കലും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇൻ്ററിം ബെയിൽ മനസ്സിൽ നിൽക്കത്തില്ല എന്നുള്ളവർ പൊളിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റിന് കീഴിലോട്ട് നിങ്ങൾ എഴുതിയിടുക. ഇൻ്ററിം ബെയിൽ, നോർമൽ ബെയിൽ, ഇതെല്ലാം ചെറു നോട്ടായിരിക്കണം. അതായത് നാളെ നമുക്ക് റിവൈസ് ചെയ്യേണ്ടതാണ് ഈ നോട്ടുകളെല്ലാം. സാന്ദ്രേ, ക്ലാസ് തുടങ്ങിയതേ ഉള്ളൂ. കേട്ടോ, ഈ നോട്ടുകളെല്ലാം നമുക്ക് റിവിഷന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്, അല്ല നാളെ ആർക്കും എടുത്ത് തൂക്കി വിൽക്കാനായിട്ടല്ല. ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മൾ എന്ത് നോട്ടുണ്ടാക്കിയാലും റിവിഷനാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഷോർട്ട് ആയിരിക്കണം, ക്രിസ്പ് ആയിരിക്കണം. നമുക്ക് മനസ്സിലായാൽ മതി നമ്മുടെ നോട്ട് നമുക്ക് മനസ്സിലായാൽ മതി. ഒരു ഫുൾ സെൻറ്റൻസ് തന്നെ വേണമെന്നില്ല. റിവൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലിക്കണം, ഇന്നതായിരുന്നു സംഭവം, ഇത്ര മതി. അതിന് വേണ്ട എത്ര വാക്കുകളുണ്ടോ ആ വാക്കുകൾ മാത്രം നിങ്ങൾ അവിടെ എഴുതിയിട്ടാൽ മതി. മനസ്സിലായോ? നിങ്ങളുടെ നോട്ട് അത്രേ ആകാവൂ. കാരണം റിവിഷൻ ചെയ്യേണ്ടതാണ്. എക്കണോമിക്സിന് ഒരെണ്ണം, ഒരു ബുക്ക് 200 പേജിൻ്റെ ഒരു ബുക്ക്, പൊളിറ്റിക്ക് 200 പേജിൻ്റെ ഒരു, ഇങ്ങനെ ബുക്കുകൾ വാങ്ങിച്ച് വെക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് റിവൈസ് ചെയ്യത്തില്ല. അപ്പോൾ ഒരു ബുക്ക് എടുക്കുക, ആ ബുക്കിനകത്ത് കുറച്ച് പേജുകൾ മാറ്റിയാൽ മതി. കാരണം അതിനുള്ളതേ ഒരു വർഷത്തെ നമുക്ക് കിട്ടത്തുള്ളൂ. എടാ 200 പേജിൻ്റെ ഒരു ബുക്കാണ്. നമുക്കെല്ലാം കൂടെ എഴുതാനുള്ള സബ്ജക്റ്റ് 4-5 എണ്ണമേ ഉള്ളൂ. ഒരു 5 സബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതുക. 200 പേജിൻ്റെ ബുക്ക്, ഒരു സബ്ജക്റ്റിന് നീ എത്ര പേജ് മാറ്റി വെക്കും? ബാക്കി ചുമ്മാ വേസ്റ്റ് അല്ലേടേ. സീസാറ്റാണ് ഞാൻ ചോദിച്ചത്, സീസാറ്റ്. പറ, 200 പേജിൻ്റെ ബുക്ക്, നമുക്ക് 5 സബ്ജക്റ്റ് ഉണ്ട്. നീ എത്ര പേജ് ഓരോന്നിനും മാറ്റി വെക്കും? എത്ര പേജ് മാറ്റി വെക്കും? കണക്കൂട്ടാ അറിയാമെന്ന് ചോദിച്ചതാ അല്ലേ? നിനക്ക് 40 പേജ് മതി. ഈ 40 പേജിൽ എഴുതാനുള്ള സാധനമൊന്നും നമുക്ക് കിട്ടത്തില്ല ഒരു വർഷത്തെ ന്യൂസിനകത്ത്. ഇങ്ങനെയാണ് നമ്മൾ പത്രം വായിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ വായിച്ചെഴുതാതിരിക്കുവാണെങ്കിൽ തികയത്തൊന്നുമില്ല. മനസ്സിലായോ? എത്ര പുസ്തകം വേണമെങ്കിലും നമുക്ക് എഴുതി തീർക്കാം. അതല്ല, നമ്മൾ ഈ രീതിയിൽ പത്രം വായിച്ച് നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു 10 പേജിൽ കൂടുതലൊന്നും ഓരോ സബ്ജക്റ്റിന് പോലും വരുത്തരുത്. അതിനകത്ത് നിർത്തണം. അതായത് ഓർമ്മയിൽ നിർത്തുന്നത് അവിടെ തന്നെ അങ്ങ് നിർത്തുക. തെറ്റും കൺഫ്യൂസ് ചെയ്യിപ്പിക്കും എന്ന് ഉറപ്പുള്ളത് മാത്രം പേപ്പറിലോട്ട് എഴുതുക. ഓക്കെ, അപ്പം ഇതാ പറഞ്ഞ ഇൻ്ററിം ബെയിൽ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വായിക്കുക. വായിച്ചിട്ട് മനസ്സിൽ നിൽക്കത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതിനെ പേപ്പറിലോട്ടാക്കുക. ആക്കാതിരുന്ന് ഇവിടെ തന്നെ നിർത്താൻ പറ്റിയാൽ വളരെ നല്ലത് കേട്ടോ.
അപ്പം എത്രയും ഷോർട്ടായിട്ട് എഴുതുക, ഒറ്റ ലൈനിൽ തീരണം. ഒറ്റ ലൈനിൽ തീർക്കാൻ പറ്റിയ വളരെ നല്ലത്. ഇൻ്ററിം ബെയിൽ ഇങ്ങനെയാണ്, നോർമൽ ബെയിൽ ഇതാണ്. 2 ലൈനിൽ ഒരു ന്യൂസ് അങ്ങ് തീർന്നു. നാളെ നിങ്ങളെടുത്ത് മറിച്ച് നോക്കുമ്പം നിങ്ങൾക്കത് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അല്ലാതെ ഇയാൾ എന്തോ പറയുന്നതെന്നുള്ള മൈൻഡിൽ ഇരിക്കരുത്. നാളെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നതെന്ന് ഓർക്കണം. നമ്മൾ എന്ത് നോട്ട് എഴുതിയാലും എന്ത് നോട്ട് ഉണ്ടാക്കിയാലും എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്ന് മറിച്ച് നോക്കാൻ പറ്റണം. അത് പറ്റും. ഞാൻ എൻ്റെ ഒരു കഥ പറയാം. 2020 ലാസ്റ്റിൽ മെയിൻസ് എഴുതാൻ പോവാം. അവസാനം മെയിൻസാണ്. പഠിച്ചേക്കാമെന്നൊക്കെ കരുതി കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് പഠിച്ച് പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് നോട്ട് ഉണ്ടാക്കണം. മെയിൻസിന് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ട് ഉണ്ടാക്കി വെക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ഈവൻ പ്രിലിംസിന് പോകുമ്പോൾ പോലും എൻ്റെ നോട്ട് ഉണ്ടാവും. പ്രിലിംസിൽ ഞാൻ ഏറ്റവും അവസാനം നോക്കിയിട്ട് കയറുന്ന ഒരു സാധനം എക്കണോമിക്സ് ആയിരിക്കും. കാരണം ചില കാര്യങ്ങൾ മറന്നു പോകും. നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും. അപ്പോൾ ലക്ഷ്മികാന്ത് എന്തായാലും റിവൈസ് ചെയ്യാനൊക്കെ ഇല്ല, കാരണം ഇത്രയും വലിയ പുസ്തകമാണ്. ഇത് മറിച്ച് നോക്കിയിട്ട് കേരളം നടക്കത്തില്ല. അപ്പോൾ ലക്ഷ്മികാന്ത് കുറച്ച് നേരത്തെ വായിച്ചു വെക്കും. എക്സാം ഹോളിലോട്ട് കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് പറയാം. ഞാനൊരു 4 A4 ഷീറ്റിനകത്താണ് എൻ്റെ കംപ്ലീറ്റ് എക്കണോമിക്സ് പ്രിലിംസിൻ്റെ നോട്ട്. 4 A4 ഷീറ്റ്. അതിനകത്ത് ചുരുക്കി ഞാൻ എഴുതി വെക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണം. അല്ലാതെ വീണ്ടും എടുത്തൊന്നേന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അപ്പം നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് റിവിഷൻ ചെയ്താൽ മതി. അപ്പം ജസ്റ്റ് മറിച്ച് നോക്കാം, ഓക്കെ കിട്ടി. ഇതിങ്ങനെ ഓർത്ത് വെച്ചാൽ കയറുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതേപോലെയൊക്കെ ഞാൻ മെയിൻസിന് നോട്ട് ഉണ്ടാക്കി. എൻ്റെ എക്കണോമിയുടെ നോട്ട്, എക്കണോമിക്സ് പ്ലസ് അഗ്രികൾച്ചർ, ഇതിൻ്റെ നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 A4 ഷീറ്റാണ്. 1.5 A4 ഷീറ്റ്. ഞാൻ ഉള്ളത് പറയാം, ഞാൻ കാണിക്കാം ഒരു ദിവസം കൊണ്ടുവന്നിട്ട്. കാരണം ഞാൻ ഈ എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണിച്ചു. കാരണം ഞാൻ ആ നോട്ടിലുണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു ചോദ്യം. ഒറ്റെണ്ണം പോലും വിട്ടിട്ടില്ല. ഞാൻ കൃത്യം നോട്ടുണ്ടാക്കിയത് അതേപോലെയൊക്കെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് കറ ഇരുന്നിട്ട് പുള്ളിയെ കാണിച്ചു, ഇടേ ഇത് നോക്കണേന്ന് പറഞ്ഞു. അവൻ എന്നെ ഇങ്ങനെ നോട്ടം. കാരണം ഞങ്ങൾ രണ്ടുപേരും മെയിൻസ് എഴുതി. ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി നമ്മുടെ നോട്ടിലുണ്ട്. അത് 1.5 പേജേ ഉള്ളൂ, 1.5 A4 ഷീറ്റ്. ഒരു 1.5 പേപ്പർ, ഒരു ഫുൾ പേപ്പറും ഒരു അര പേപ്പറും. അര പേപ്പർ എന്ന് പറഞ്ഞാൽ അതിപ്പോഴും കീറി വെച്ചേക്കാം. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കൊച്ചു കീറിക്കൊണ്ട് പോയതാണ്. അപ്പം അതിനകത്ത് പക്ഷേ ആ വർഷം ചോദിച്ച എല്ലാ ചോദ്യങ്ങളും എഴുതാനുള്ള സാധനം അതിനകത്ത് കിടപ്പുണ്ട്. കാരണം ഞാൻ നീട്ടി വലിച്ചുള്ള പോയിന്റ്സ് ഒന്നും അതിനകത്ത് എഴുതൂല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനറിക് പോയിന്റ്സ് അല്ല എഴുതാനുള്ളത്. എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ കുറേ സാധനം നമ്മുടെ കയ്യിലുണ്ടാവും. കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അല്ലേ? ഇപ്പം എന്താ ചോദിക്കാൻ പോകുന്നത്? ഇപ്പം ഇറിഗേഷനെ കുറിച്ചൊരു ചോദ്യം വരാം. ഇന്ത്യയിൽ ഇറിഗേഷൻ നേരിടുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം, അല്ലേ? വെള്ളമില്ലായ്മ, അതായത് അങ്ങനത്തെ കാര്യങ്ങൾ. അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് ഡെയിലി നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. എന്തൊക്കെ പറയാൻ പറ്റും? മൈക്രോ ഇറിഗേഷൻ നടത്താം. അപ്പം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഇതൊക്കെ ആൻസർ പറയും, അല്ലേ? ഡ്രിപ്പ് ഇറിഗേഷൻ നടത്താം, പിന്നെ റിവർ ലിങ്കിങ് പ്രോത്സാഹിപ്പിക്കാം. ഇങ്ങനത്തെ പോയിന്റ്സ് ഒന്നും നമ്മൾ പുസ്തകത്തിലോട്ട് എഴുതി വെക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇത് നമ്മൾ പത്രം വായിക്കുന്നുണ്ട്, നമ്മൾ അത്യാവശ്യം ബേസിക് കണ്ടന്റ് അറിയാം, നമ്മൾ എഴുതും. നമുക്ക് വേണ്ടത് കുറച്ച് മറന്നു പോകുമെന്നുള്ള ഡേറ്റാസ്, ഫാക്ട്സ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കുകൾ, നല്ല ഗ്രാഫുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത്. അപ്പം ഈ സാധനങ്ങളായിരിക്കും ഞാൻ പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പം ഓൾറെഡി തള്ളാൻ വേണ്ട കുറേ പോയിന്റ് നമ്മുടെ മനസ്സിലുമുണ്ട്, വരച്ച് വെക്കാൻ ഇങ്ങനത്തെ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ പേപ്പറിലും ഉണ്ട്. രണ്ടും കൂടെ ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? നമുക്ക് സുഖമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ നോട്ട് എത്രയും ചെറുതാക്കോ അത്രയും ചെറുതാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യത്തില്ല, നമ്മുടെ മനസ്സും എടുക്കും. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് കണ്ടല്ലോ, ഈ ന്യൂസിൽ ഇൻ്ററിം ബെയിൽ എന്താണ് എന്നൊരു സാധനം കിടപ്പുണ്ട്. ഇത് ചോദ്യം വരാം അടുത്ത വർഷം, നല്ല ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ബെയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഹോട്ട് ന്യൂസായിട്ട് നിൽക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇൻ്ററിം ബെയിലിനെ കുറിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് വരാം. ഇതിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഇൻ്ററിം ബെയിൽ കൊടുക്കാം? എന്താ ഇൻ്ററിം ബെയിൽ? ആരും പറഞ്ഞേ? എന്തൊരു ആവശ്യമുണ്ടല്ലേ? ഞാൻ ആവശ്യമില്ലാത്തൊരു പോയിട്ട് ബെയിലിന് അപ്ലൈ ചെയ്യുമല്ലേ? എടാ, ക്ലാരിറ്റി വേണം. ഇതിനെ കളിയാക്കിയല്ല. നമുക്കൊരു കാര്യം പഠിച്ചാൽ ക്ലാരിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ പഠിക്കാൻ പോകരുത്. മനസ്സിലായോ? ചുമ്മാത് ഒരു പുകമറയുള്ളെങ്കിൽ അത് നമ്മളെ തെറ്റിക്കും. ഞാൻ മുമ്പേ അവിടെ ഇരുന്ന് എന്നോട് ഡൗട്ട് ചോദിച്ചു. അവിടെ ഇരിക്കുമ്പോൾ എന്നോട് പഴയ ബാച്ചിലെ പിള്ളേർ വന്നിട്ട് എക്കണോമിക്സിന് ഡൗട്ട് ചോദിച്ചു. സിമ്പിൾ ഡൗട്ടാണ്. സ്റ്റിൽ അതിനകത്തൊരു വേർഡ് പറയാതാണ് ആ ഫുൾ ഒരു ഡെഫിനിഷൻ. ഞാൻ എന്താണ് GDP ഡെഫിനിഷൻ? അപ്പം അവർ രണ്ടുപേരും അതിന് ഒരു ഡെഫിനിഷൻ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു തെറ്റാ 100 തവണ പറഞ്ഞു.
അവരത് മനസ്സിലാക്കുന്നില്ല എന്താണ് അതിനകത്ത് തെറ്റെന്നുള്ളത്. പ്രശ്നം എന്താ പറയുക, ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും പുകമറയോടുകൂടി പഠിച്ചു കഴിഞ്ഞാലത്തെ പ്രശ്നം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിനെ സംബന്ധിച്ച് എന്ത് തന്നാലും നമ്മൾ ഇത് ശരിയാണെന്ന് വിചാരിക്കും. മനസ്സിലായോ? അതിനകത്ത് തെറ്റ് സാധനം നമുക്കറിയത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പൊതുവെ ടെസ്റ്റ് എഴുതുമ്പോൾ വിച്ച് ഓഫ് ദീസ് ഈസ് ഇൻകറക്റ്റ് അല്ലെങ്കിൽ നോട്ട് കറക്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ ടെസ്റ്റ് എഴുതി തുടങ്ങുമ്പോൾ മനസ്സിലാവും. കാരണം നോർമലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഭൂരിഭാഗം ചോദ്യങ്ങളും വിച്ച് ഓഫ് ദീസ് ഈസ് ഓർ ആർ കറക്റ്റ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇൻകറക്റ്റ് എന്നോ നോട്ട് കറക്റ്റ് എന്നോ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഉപബോധ മനസ്സിനറിയാം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രെയിമിങ് പോകുന്നതെന്ന്. അവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അതേപോലെക്കാണ് ഈ പറയുന്ന ക്ലാരിറ്റി ഇല്ലാതെ നമ്മളൊരു സാധനം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ ബോധ്യപ്പെടുത്തി വെച്ചേക്കാം ഇത് അതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു തെറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ പോലും നമ്മുടെ മൈൻഡ് അതിനെ ആ തെറ്റ് കണ്ടുപിടിക്കാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. നമ്മൾ അതങ്ങ് ശരിയാണെന്നുള്ള വിചാരത്തിൽ പോകും. ഇങ്ങനെയാണ് ചില ചോദ്യങ്ങൾ, ഈസി ചോദ്യങ്ങൾ, നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ തെറ്റിച്ചു എന്നുള്ള കുറ്റബോധം പ്രിലിംസ് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതുണ്ടാവാതിരിക്കാനായിട്ട് എന്ത് പഠിച്ചാലും ക്ലാരിറ്റിയോടുകൂടി പഠിക്കുക, ഇല്ലെങ്കിൽ പഠിക്കേണ്ട. മനസ്സിലായോ? കാരണം പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നീ ക്വസ്റ്റ്യൻ ചെയ്ത് തെറ്റിക്കത്തില്ല. ക്ലാരിറ്റിയോടുകൂടി പഠിച്ചാൽ നിനക്കത് കിട്ടുകയും ചെയ്യും. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഇത് തെറ്റും. മനസ്സിലായോ? അപ്പം ഇൻ്ററിം ബെയിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. ഇപ്പോൾ മനസ്സിലായ സിലബസിനെ കണക്ട് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോവാം. UDF LDF റബ്ബിഷ് എക്സിറ്റ് പോൾസ്. സോ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് പോൾ എന്താണെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതും നോക്കി വെക്കണം. ഓക്കെ, എക്സിറ്റ് പോളും ഒപ്പീനിയൻ പോളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും പോൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങി വരുമ്പോൾ നടത്തുന്ന സർവേ ആണ് എക്സിറ്റ് പോളുകൾ. അതായത് നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ബൂത്തിൻ്റെ കുറേ ദൂരത്ത് നിൽക്കണം, എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് എക്സിറ്റ് പോളുകൾ. പക്ഷെ അത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ എന്തായാലും വോട്ട് ചെയ്തിട്ട് വരുന്നവരാ. അപ്പം നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മൾ വോട്ട് ചെയ്തതിൻ്റെ ഒരു അഭിരുചി നമ്മളുടെ സംസാരത്തിലുണ്ടാവും. നമ്മൾ എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും നമ്മൾ വോട്ട് ചെയ്ത ആളാരാണെന്ന് നമ്മൾ സംസാരിക്കുന്നവർക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എക്സിറ്റ് പോൾസ്. മറ്റേ ഒപ്പീനിയൻ പോൾസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അത് ഓരോ സമയത്തും ഓൺലൈനിലായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ സർവേസ് നടത്തും. അത് അന്നേരത്തെ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് എക്സിറ്റ് പോൾസ് ഇലക്ഷൻ കഴിയുന്നതുവരെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ഉത്തരവ്. കാരണം അത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നോക്കുക, 7 ഘട്ടമായിട്ടാണ് ലോക്സഭാ ഇലക്ഷൻ നടന്നത്. ആദ്യ ഘട്ടത്തിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത്. സോ ആദ്യഘട്ട ഇലക്ഷൻ കഴിഞ്ഞിട്ട് എക്സിറ്റ് പോളുകൾ വിടുകയാണെങ്കിൽ എന്തെടുക്കും? രണ്ടാമത്തെ ഘട്ടത്തെ മൂന്നാമത്തെ ഘട്ടത്തെയൊക്കെ അത് അഫക്റ്റ് ചെയ്യത്തില്ലേ? അപ്പോൾ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ടാണ് ലാസ്റ്റ് ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി പെട്ടി പൂട്ടുന്നിടം വരെ എക്സിറ്റ് പോളുകൾ പുറത്ത് വിടാൻ പാടില്ല. അതുകൊണ്ടാണ് 7ാം ഘട്ടം കഴിഞ്ഞ് അന്ന് രാത്രി 7 മണിയായപ്പോൾ എല്ലാ ചാനലുകളും എക്സിറ്റ് പോൾസ് എന്ന് പറഞ്ഞ് വലിയ ന്യൂസുമായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങളത് ഓർത്ത് പഠിച്ചു വെക്കണം. മനസ്സിലായോ? എക്സിറ്റ് പോൾ എന്താണ്? പക്ഷേ അത് റെലവൻ്റ് ആണ്. കാരണം ഇലക്ഷൻ നടന്നൊരു വർഷമാണ്. ഇന്ത്യയിൽ അടിക്കടി ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഇലക്ഷൻ നടക്കുന്നുണ്ട്. സോ അവിടെയൊക്കെ എക്സിറ്റ് പോൾ എന്നുള്ള വാക്ക് വീണ്ടും പത്രത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ അതറിയത്തില്ലെങ്കിൽ എക്സിറ്റ് പോൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന GS2-ൻ്റെ ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്യണം. മനസ്സിലായോ? എക്സിറ്റ് പോൾസും ഒപ്പീനിയൻ പോൾസും നമ്മളുടെ വ്യത്യാസം പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ വരാം. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇലക്ഷൻ കഴിയുന്ന ആ മൊമെൻറ്റ് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം. ഒപ്പീനിയൻ പോളിന് കുറച്ചും കൂടെ ഒരു ഇതുണ്ടേ, എന്തോ ഒരു കണ്ടീഷന് വ്യത്യാസമുണ്ട്. കാരണം ഒപ്പീനിയൻ പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇലക്ഷനൊക്കെ സമയത്ത് വരുന്നുണ്ടായിരുന്നു. എക്സിറ്റ് പോൾസ് സ്ട്രിക്റ്റ് ആണ്. എക്സിറ്റ് പോൾസ് ഇലക്ഷൻ കഴിയുന്ന 6 മണി വരെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് 7 മണിക്കത്തെ ന്യൂസിൽ എല്ലാവരും തള്ളിക്കയറ്റി വിടുന്നത്. മനസ്സിലായില്ലേ? ലാസ്റ്റ് പോളിങ് അടച്ചു വെക്കുന്ന സമയം അതാണല്ലോ, 6 മണി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും തപ്പിയെടുത്ത് പഠിക്കാൻ. ഇനി അതിനകത്ത് ന്യൂസിനകത്ത് നമുക്ക് വലിയതായിട്ടൊന്നും അറിയാനില്ല. കാരണം എന്താ, രണ്ടുപേരും എന്നെ തള്ളി പറഞ്ഞു എന്നുള്ള ന്യൂസാണ്. UDF LDF തള്ളി പറഞ്ഞു. സോ ബേസിക്കലി അത് വെറും പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പം നമ്മൾ അത് വായിക്കേണ്ട, പക്ഷെ നമ്മൾ ഇതറിയണം. ഇതറിഞ്ഞിട്ട് GS2 അല്ലെങ്കിൽ പൊളിറ്റി ആ ഭാഗത്തേക്ക് നമ്മൾ എഴുതി വെക്കണം, ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഗൂഗിൾ ചെയ്യുമ്പം ഒരിക്കൽ പോലും ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് വേണമെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പിക്ക് ഗൂഗിൾ ചെയ്യാൻ ഒരു 5 മിനിറ്റ് വരെയൊക്കെ എടുത്തു.
കുഴപ്പമില്ല, എന്നാലും അത് ഓവറാണ്. ഒരു 3 മിനിറ്റിന് മുകളിൽ ഒരു യാതൊരുവിധ സാധനവും ഗൂഗിൾ ചെയ്തിരിക്കരുത്. കാരണം നമ്മുടെ സമയത്തിന് വിലയുള്ളതാണ്. നമുക്കൊരു ദിവസം പഠിച്ചു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകണം. അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും പാടില്ല. നിങ്ങൾ വായിക്കുന്നതോ പഠിക്കുന്നതോ വളരെ കുറവാണെങ്കിൽ പോലും ആ ഉള്ള സാധനം ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതായത് പത്രത്തിന് ഇത്ര സമയം, NCERTക്ക് ഇത്ര സമയം, ഓപ്ഷണലിന് ഇത്ര സമയം എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ മുന്നോട്ട് പോകാവും. ആ പ്ലാൻ ഫോളോ ചെയ്യാൻ വേണം. എന്ത് വില കൊടുത്തു ലോങ് ടൈം പ്ലാനൊന്നും ഇടണ്ട. ഒരു മാസം 2 മാസമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെൻഡിങ് വെച്ച് പോകും. 1 വീക്ക് പ്ലാൻ ഇടുക എല്ലാവരും. ഓക്കെ, ആ വീക്ക്, എന്നിട്ട് ആ വീക്കിന് എന്ത് വില കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ വലിയ പാടാണ് നമുക്ക് പഠിത്തം. കാരണം ലാഗടിച്ച് അവിടെ കിടക്കും. ഓക്കെ, ഇനി ബാ. എൻഷുർ ഓൾ കൗണ്ടിങ് നോംസ് ആർ ഫോളോഡ്, BJP ഇന്ത്യ ബ്ലോക്ക് ടു EC. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ റെലവൻ്റ് ആയിട്ട്? നമുക്ക് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്താ ഇല്ലാത്തത്? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സാധാരണക്കാരൻ അറിയേണ്ട കാര്യമല്ല അത്. കൗണ്ടിങ് നോംസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഉറപ്പ് വരുത്തണം ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് ആ ന്യൂസിൽ കൊടുത്തേക്കുന്നത്. ഈ കൗണ്ടിങ്ങിനകത്ത് കൗണ്ടിങ് ടേബിളിൽ എന്ത് നടക്കുന്നു, അതിൻ്റെ പ്രോസസ്സ് എന്താണ്, ഇതൊക്കെ ഒരു നോർമൽ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട വലിയ കാര്യമാണോ? അല്ല. മനസ്സിലായോ? അവിടെ പെട്ടി എങ്ങനെ പൊട്ടിക്കുന്നെന്നോ, റിട്ടേണിംഗ് ഓഫീസറുടെ ടേബിൾ എവിടെയാണെന്നോ, അല്ലെങ്കിൽ കൗണ്ടിങ് ഏജൻറ്റ് എവിടെ ഇരിക്കണം എന്നോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു കോമൺ പബ്ലിക് അറിയേണ്ട വലിയ കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസിനകത്ത് ആസ്പിരൻ്റ് എന്നുള്ള നിലയ്ക്ക് വലിയ റെലവൻറ്റ് കാര്യങ്ങളില്ല. സോ അതും സ്പീഡിൽ വായിച്ചു പോവുക. അപ്പം ഈ ഇന്നലത്തെ ഫ്രണ്ട് പേജിൽ എല്ലാ ന്യൂസും സ്പീഡിൽ വായിച്ചു പോകേണ്ടതാണ് അല്ലേ. 2 കീവേഡ്സ് മാത്രമേ നമുക്ക് അതിനകത്തു നിന്ന് എടുത്ത് പഠിക്കേണ്ടതുള്ളൂ. ഒന്ന് ഇൻ്ററിം ബെയിൽ, രണ്ടാമത്തെ ഏതാ? ഏതാ? അയ്യോ, അവിടുന്ന് എക്സിറ്റ് വന്നുകൊണ്ട് നീ രക്ഷപ്പെട്ട്. എക്സിറ്റ് പോൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 കാര്യമേ ഗൂഗിൾ ചെയ്യേണ്ടതുള്ളൂ. ഒരു 3 മിനിറ്റ് വെച്ച് 6 മിനിറ്റേ നമുക്ക് അവിടെ എക്സ്ട്രാ ചിലവാകുന്നുള്ളൂ. ബാക്കി ന്യൂസ് വായിക്കാൻ എടുക്കുന്ന നോർമൽ ടൈം. ഓക്കെ, ഇരുന്ന് വായിച്ച് പഠിക്കേണ്ട ഒരു സാധനം അതിനകത്തില്ല. മനസ്സിലായോ? ഇനിയും നിങ്ങളിൽ എത്ര പേര് ഈ ഇൻ്ററിം ബെയിലും എക്സിറ്റ് പോളും എഴുതിയിട്ടുണ്ട്? കൈപൊക്കിക്ക്. ഇൻ്ററിം ബെയിൽ എഴുതിയിട്ട് എത്ര പേരുണ്ട്? ഓർമ്മയിലുണ്ട്. അപ്പം കൈപൊക്കാം ധൈര്യമായിട്ട്. വേറെ ആരും ഇൻ്ററിം ബെയിൽ എഴുതിയിട്ടില്ലയോ? ഫസ്റ്റ് പേജ് വായിച്ചിട്ട് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. നല്ല കാര്യം. 2 പേര്. എക്സിറ്റ് പോൾ എഴുതിയിട്ട് എത്ര പേരുണ്ട്? ആരുമില്ല. ഓക്കെ, ഇനി നിങ്ങൾ എന്തൊക്കെ എഴുതിയിട്ടോ എന്ന് പറഞ്ഞ്. എന്തുവാണ് എഴുതിയിട്ടത്? പറഞ്ഞു, ധൈര്യമായിട്ട് പറ. ഈ സെഷൻ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള സെഷനാണ്. ഇതിനൊക്കെ കൗതുക ലേശം കൂടുതലാ. ഓക്കെ. ഓക്കെ. നീ പറഞ്ഞു കുഴപ്പമില്ല, പറ. സർവേ. ഓക്കെ, അതിനകത്ത് എന്താ റെലവൻ്റ് ആയിട്ട് നിനക്ക് ഫീൽ ചെയ്തത്? BJP സർവേയോ? ഇത് എക്കണോമിക് സർവേ അല്ല. സർവേ എക്കണോമിക്സ് ചോദിക്കുമെന്നുള്ള ഒരു അതാണ് നിന്റെ തോന്നല്ലേ യഥാർത്ഥത്തിൽ, അല്ലേ? യെസ്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ്. നീ മാത്രമല്ല, ഇത് ചിന്തയൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അവിടെ സർവേ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് സർവേയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒത്തൻറ്റിക് ആയിട്ടുള്ള സർക്കാർ സർവേകളോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ സർവേസോ അതൊക്കെ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ആ സർവേക്കകത്ത് തന്നെ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഒരുപാട് സർവേകൾ ഒരുപാട് സ്ഥാപനങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാരനെ മുഴുവൻ അഫക്റ്റ് ചെയ്യുന്ന, മെജോറിറ്റി ഇന്ത്യൻസിനെ അഫക്റ്റ് ചെയ്യുന്ന അവൻ്റെ സാധാരണ പ്രശ്നങ്ങൾ നമ്മുടെ ഈ സിലബസിൽ കൊടുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവർട്ടി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ളൂ. ആ സിലബസുമായിട്ട് ബേസ് ചെയ്ത് എന്തെങ്കിലും ഒരു സർവേ ഇറങ്ങിയാൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇതൊരു പാർട്ടിയുടെ ഒരു സർവേ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി നടത്തുന്ന സർവേ. പക്ഷെ അതിനൊരു റെലവൻസും ഇല്ല. മനസ്സിലായോ? നമ്മുടെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസീസ്, നീതി ആയോഗ് ഒരു സർവേ പുറത്തു വിടുന്നു. നീതി ആയോഗൊക്കെ ഒരു വർഷം ഇഷ്ടം പോലെ സർവേസ്, സ്റ്റഡി റിപ്പോർട്ട്സും പബ്ലിഷ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ പഠിക്കണോ? വേണ്ട. നമുക്ക് പഠിക്കേണ്ടത് സിലബസിൽ തന്നിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഹെൽത്തിൻ്റെ എന്തെങ്കിലും സർവേ വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. എഡ്യൂക്കേഷൻ ബേസ്ഡ് എന്തെങ്കിലും സർവേ വന്നാൽ നോക്കണം. ഇനി പോപ്പുലേഷൻ
പ്രശ്നങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സർവേ വന്നാൽ അത് നോക്കണം. പോവർട്ടിയെക്കുറിച്ച് സർവേ വന്നാൽ നോക്കണം. മനസ്സിലായോ? കാരണം ഇതൊക്കെ നമ്മുടെ സിലബസിൽ കീവേഡ്സ് ആണ്. ഞാൻ മുമ്പേ കാണിച്ച സിലബസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മളത് നോക്കി വെക്കേണ്ടത്. ഇനിയും അടുത്ത ആൾ എടേ പറ. അതിനെക്കുറിച്ച് എന്തിനാ നീ അത് എഴുതി? എന്താ ഇതിൽ റെലവെൻ്റ് ആയിട്ട് നിനക്ക് ഫീൽ ചെയ്തത് ആസാം ഫ്ലഡിനെ കുറിച്ച്? ഏതാ എന്താ ചോദിക്കാം. UPSC ഒരിക്കലും ശോകം കാര്യങ്ങൾ ചോദിക്കാറില്ല. PSC അല്ല UPSC, അത് വിട്ടേക്കണം. PSCക്കാർ അതൊക്കെ അങ്ങനത്തെ പരിപാടി ചെയ്യും. എത്ര പേര് ഭരിച്ചു എന്നൊക്കെ ഒരു ഇതേം ദാക്ഷിണ്യമില്ല ചോദിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാ. പിന്നെ റീസെൻ്റ്ലി കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് ചോദ്യങ്ങൾ കേട്ടോ, ഭയങ്കര സ്റ്റാൻഡേർഡായി. പക്ഷേ അതിൻ്റെ പ്രശ്നമെല്ലാം മലയാളം ട്രാൻസ്ലേഷനില്ല. ഇംഗ്ലീഷ് എവിടുന്നോ ഏതോ പുസ്തകത്തിൽ നിന്നൊക്കെ അടിച്ചു മാറ്റി നല്ല സെൻറ്റൻസ് ഫ്രെയിം ചെയ്തിടും. എന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കൊണ്ട് ഇതിട്ടിട്ട് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് എഴുതി നോക്കും. ഈയിടെ ഞങ്ങളിരുന്ന് ശരിയായിരുന്നു. ലാസ്റ്റിൽ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മലയാളം വായിച്ചിട്ട് നല്ല ചിരിക്കാനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. കാരണം ഏതോ ഒരു എക്കണോമിക് ടേമാണ്, ഞാൻ മറന്നുപോയി. ഞാൻ നാളെ നോക്കിയിട്ട് വന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അത് ഉദ്ദേശിക്കുന്ന സാധനം വേറെ. റീസെൻ്റ് നടന്നത് റീസെൻ്റ് നടന്നത് ലാസ്റ്റിൽ സെക്കൻഡ് റൗണ്ടിനകത്ത് അത് തന്നെ. മലയാളം വായിച്ചാൽ ഫുൾ കോമഡി. അപ്പം അത് വേറെ. UPSC അങ്ങനൊന്നും അല്ല, ഇത് വേറെ സിസ്റ്റം. ഓക്കെ, ഇവിടെ മരണനിരക്കോ എത്ര പേര് മരിച്ചു എന്നോ എന്ന് മരിച്ചു എന്നോ ഇതൊന്നും ചോദ്യമില്ല. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിനക്ക് എഴുതാം. അപ്പോൾ തന്നെ നീ നോക്ക്, നമ്മൾ അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇത്രയേ തന്നിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അത് അസാം ഫ്ലഡിനെ കുറിച്ച് കണ്ടു. ഓക്കെ, അസാം ഫ്ലഡ് നോർമൽ ഫ്ലഡാണ്, അല്ല ഒരു പ്രത്യേക ഫിനോമിനൊന്നും കാരണം ഉണ്ടായതല്ല. സോ അതുകൊണ്ട് തന്നെ ആ ഫ്ലഡ് എന്തുകൊണ്ടുണ്ടായി എന്നൊരു ചോദ്യം വരത്തില്ല. പക്ഷെ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫ്ലഡ് എന്ന് പറയുന്ന ഒരു ഡിസാസ്റ്ററാണ്. മനസ്സിലായില്ലേ? ഒരു കോമൺ ഡിസാസ്റ്റർ. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് കുറച്ച് ബേസിക്സ് പഠിക്കാനുള്ള സാധനം ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ട് ഫ്ലഡ് ഉണ്ടാവുന്നു, അത് ഫ്ലഡ് ഉണ്ടാവാനുള്ള കുറച്ച് റീസൺസ് ചില ജോഗ്രഫികളിൽ അത് പ്രത്യേകം തന്നിട്ടുണ്ട്. ഈ പറയുന്ന ബീഹാർ പോലത്തെ സ്ഥലങ്ങളിൽ അതിന് പ്രത്യേകതയുണ്ട്. കാരണം അവിടെ പെട്ടെന്ന് നദി കരകവിഞ്ഞൊഴുകുന്ന ശീലമുണ്ട്. അത് അതിൻ്റെ ജോഗ്രഫിയുടെ പ്രത്യേകതയും കൂടാതെ. അപ്പോൾ ആ ബേസിക്സ് നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കിട്ടും. അതേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ അവിടുന്ന്. ഇനി രണ്ടാമത് അവിടുന്ന് വരാനുള്ളത് എങ്ങനെ ഫ്ലഡ് ഒഴിവാക്കാം. ഇഷ്യൂ സൊല്യൂഷൻ. ഈ സാധനമാണ് നമുക്ക് മെയിൻസിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു ഇഷ്യൂ മുന്നിൽ തരും. അപ്പോൾ ഒന്നുകിൽ അവർ ചോദിക്കാൻ വന്ന ഇഷ്യൂ എന്തുകൊണ്ടുണ്ടായി, അതിനെ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഇതേ ചോദ്യം വരും. മനസ്സിലായി? അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു പ്രത്യേക ഫിനോമിനം കാരണം ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ ക്ലൗഡ് ബസ്റ്റ് കാരണം ഉത്തരാഖണ്ഡിലൊക്കെ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. ജോഷിമഠിൽ ലാൻഡ് സിങ്ക് ആവുന്നുണ്ട്. അതൊക്കെ ഒരു സെപ്പറേറ്റ് ഇഷ്യൂസാണ്. അപ്പം അവിടെയും ലാൻഡ് സിങ്കിങ് ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള റീസൺ സോൾവ് ചെയ്യാനെന്ത്, ഇത്ര നമ്മൾ നോക്കേണ്ടതുള്ളൂ. അല്ലാതെ അസാമിൽ ഫ്ലഡ് ഉണ്ടായപ്പോൾ എത്ര പേര് മരിച്ചെന്നോ എത്ര പേരെ ക്യാമ്പുകളിലേക്ക് ആക്കിയെന്നോ ഇതിങ്ങനത്തെ ഫാക്ട്സ് ഒന്നും നമുക്ക് വേണ്ട. മനസ്സിലായോ? അവിടെ ഫ്ലഡ് എന്ന് പറയുന്നത് ഫ്ലഡിനെ നമ്മൾ നോക്കണം. അസാം ഫ്ലഡിനെ ഫ്ലഡ് ഒരു ഡിസാസ്റ്ററാണ്. ഓക്കെ, ഡിസാസ്റ്റർ. ആ ഡിസാസ്റ്ററിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം. സോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ കുറച്ച്, അതായത് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ട്, നാഷണൽ പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ എന്താണെന്ന് വൃത്തിക്ക് ആദ്യം അങ്ങ് പഠിച്ചു വെക്കുക. ആ പ്ലാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ഡിസാസ്റ്ററിനെ കുറിച്ച് ചോദിച്ചാലും നമ്മൾ അതിങ്ങോട്ട് എടുക്കുന്നു, ഇവിടോട്ട് കയറ്റി ഫിറ്റ് ചെയ്ത് വെക്കുന്നു. മനസ്സിലായോ? ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ഓൾറെഡി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ അറിയാം, നാഷണൽ പ്ലാൻ അറിയാം. അപ്പോൾ എന്ത് ചോദിച്ചാലും, ഇപ്പോൾ ഫ്ലഡ് ഉണ്ടായി, ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ എന്താ? ഫ്ലഡിനെ എടുക്കുന്നു, അവിടെ കിടപ്പുണ്ട്, നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത നോട്ടിനകത്ത് കിടപ്പുണ്ട്, അവിടെയൊക്കെ ഫ്ലഡ് എഴുതി അങ്ങ് വെക്കുന്നു. മനസ്സിലായോ? അപ്പം ആ ഒരു ബേസ് ഓൾറെഡി നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിനക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതാം. എക്സാമ്പിൾ എഴുതാനായിട്ട് നിനക്ക് എന്തായാലും നിൻ്റെ മനസ്സിൽ നിൽക്കുക. ആസാം ഫ്ലഡെന്നോ കേരള ഫ്ലഡെന്നോ ഒക്കെ നിനക്ക് എഴുതാം. അത് നീ പത്രം വായിക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ നിൽക്കണം. ഓക്കെ, ഇനി വേറെ എന്തോടെ എഴുതിയത്? എന്തൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്തത്? ലാസ്റ്റ് വൺ. ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല, ഏത് പത്രം ആയിക്കോട്ടെ. ആരാ? അതിനകത്ത് എന്താ നോട്ട് ചെയ്തത്? എന്തുകൊണ്ട് നോട്ട് ചെയ്തു? എന്താ അതിനകത്ത് റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത്?
സോ ബേസിക്കലി അതൊരു പ്രിലിംസ് ഫാക്ട്, അത്രേ ഉള്ളൂ. സാന്ദ്ര എന്തൊക്കെ എഴുതിയത്? അങ്ങനത്തെ അതിന് റെലവൻസ് ഉണ്ട്. ആ പേരിന്റെ റെലവൻസ് എന്താ? ലോങ് മാർച്ച്. ചൈനയിൽ മാവോ സെഡുങ് നടത്തിയ മാർച്ചിന്റെ പേരാണ് ലോങ് മാർച്ച്. കേരള PSCക്ക് പഠിക്കുന്നവരൊക്കെ പഠിച്ചു നോക്കണം, കാരണം അത് ചോദ്യം വരുന്നുണ്ട് ഇപ്പം കേട്ടോ. ഈ റവല്യൂഷൻസിന്റെ കൂട്ടത്തിൽ ഈ സാധനം കയറി വരുന്നുണ്ട്. അവിടുത്തെ റെലവൻസ് അതാ. അപ്പം അത് ചോദ്യമായിട്ടൊക്കെ വരാം. കാരണം ഈ കറണ്ട് അഫയറിൽ നിന്നും ചുമ്മാ PSC ടൈപ്പ് ചില 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്ന ശീലം ഇടയ്ക്കിടയ്ക്ക് UPSCക്ക് കയറി വരുന്നുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പം ലോങ് മാർച്ച് എന്ന് പറയുന്നത് ഏത് രാജ്യത്തു നിന്നും വിക്ഷേപിച്ച റോക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം. പ്ലെയിൻ ജസ്റ്റ് എല്ലാവർക്കും സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പം അവിടെ വേറെ എന്താ പറയേണ്ടത്, അതിനൊരു മെയിൻസ് റെലവൻസും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, മൂണിൻ്റെ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും മെയിൻസിന് റെലവൻ്റ് ആണ്. കാരണം നമ്മുടെ ചന്ദ്രയാൻ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയത് കാരണം അത് റെലവൻ്റ് ആണ്. അത് വേറൊരു സാധനം. പക്ഷെ ആ കൊടുത്ത ന്യൂസിനകത്ത് ജസ്റ്റ് ആ റോക്കറ്റിൻ്റെ പേര് പഠിച്ചു വെക്കുക, ആ മിഷൻ്റെ പേര് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. കാരണം അതിങ്ങനെ ഇപ്പം ലോങ് മാർച്ച് നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് എന്തായാലും ലോങ് മാർച്ചിനെ കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചു പോകും. പഠിക്കാനില്ലെങ്കിൽ നിങ്ങൾ വായിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ലോങ് മാർച്ച് വേണമെങ്കിൽ ചോദിക്കാം, ഇതിലേതാണ് ചൈന വിക്ഷേപിച്ച റോക്കറ്റെന്നോ അല്ലെങ്കിൽ ലോങ് മാർച്ച് ഏത് രാജ്യത്തിൻ്റെ ആണെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്താൽ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, വായിച്ചു പോകുമ്പോൾ ഇങ്ങനത്തെ പല പേരുകളും നമുക്ക് ഫെമിലിയർ ആയിട്ട് വരും. ഓക്കെ, വേറെ ഇവിടെ പറയടേ. നീ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആളാ? ഓക്കെ, കുഴപ്പമില്ല. അതിനകത്തുനിന്ന് അത് പ്രിലിംസിനുള്ളതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലായായിരുന്നു? എന്നാൽ കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അത് വേറെ ഒന്നും ഇല്ലല്ലോ ന്യൂസ്. ഇത് വായിച്ചെന്ന്. നീ അതും വായിക്കും, അതിനപ്പുറം വായിക്കും, എനിക്കറിയാം. ബേസിക്കലി ഇത് ലോക്കൽ ന്യൂസാണ്. ഓക്കെ, ലോക്കൽ ന്യൂസ് ആണെന്ന് കരുതിയിട്ട് അത് വായിക്കാതെ വിടരുത്. ഓക്കെ, അതിനകത്ത് അവിടെ നിങ്ങൾക്ക് സെലക്റ്റീവ് റീഡിങ് നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതിനകത്ത് തിരുവനന്തപുരത്ത് കുഴിയാണെന്നും വെള്ളപ്പൊക്കമാണെന്നും, പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല, അത് നമ്മൾ വായിക്കണം എന്നല്ല. എന്നാൽ ചില ലോക്കലി റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ അവർ നടത്തിയ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് വായിക്കണം. ഇപ്പോൾ ആരെങ്കിലും ഒക്കെ റോഡ് സൈഡിൽ മരം നട്ടുപിടിപ്പിക്കുന്നു, പക്ഷേ അത് നമുക്ക് റെലവൻറ്റ് ന്യൂസാണ്. കാരണം എന്താ, നമുക്ക് മെയിൻസിൽ എക്സാമ്പിൾ എഴുതാം അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ കർണാടകത്തിൽ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി, 19 വയസ്സുണ്ട്. സാർലമ്മ എന്തോ ഒരു തിമ്മക്ക. ആ സമയത്ത് പഠിച്ചു വെച്ചാൽ ഞാൻ ഈ തിമ്മക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കാരണം തിമ്മക്കയ്ക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എക്സാമ്പിളൊക്കെ ഈ തിമ്മക്ക കയറി വരും. കാരണം ഓൾറെഡി സ്ത്രീയാണ്, പത്മശ്രീ കിട്ടിയ ഒരു സാധാരണക്കാരിയാണ്, പത്രങ്ങളിലൊക്കെ ആവശ്യത്തിന് വന്ന ഒരു പേരാണ്. അപ്പം എല്ലാം കൊണ്ടും നമുക്ക് എഴുതാൻ ഒരു നല്ല ടോപ്പിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ നടക്കും. എവിടെയോ ഒരു സ്ഥലത്ത് ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു. അതായത് നമുക്ക് വസ്തു പണയം വെക്കുന്ന പോലൊക്കെ, സ്വർണം പണയം വെക്കുന്ന പോലൊക്കെ വീട്ടിൽ നട്ടു വളർത്തിയ മരങ്ങൾ പണയം വെക്കാൻ പറ്റും. ഏത് പഞ്ചായത്താണെന്ന് ഞാൻ മറന്നുപോയി. 2020ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ പഠിച്ചു വെച്ചതാണ്. നമ്മുടെ വീട്ടിൽ നല്ല മരങ്ങൾ നട്ടു വളർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് പണയം വെക്കാം, എന്നിട്ട് നമുക്ക് പൈസ കിട്ടും. സോ ബേസിക്കലി എന്താ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടിയാണ് അത് അല്ലേ. അത് ഭയങ്കര സൂപ്പർ ഇനീഷ്യേറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്കൊരാശയമായിട്ട് എഴുതിക്കൂടെ? വേ ഫോർവേഡ് ചോദിക്കുക എവിടെയെങ്കിലും. മരങ്ങൾ ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ അഫോറസ്റ്റേഷൻ ബേസ് ചെയ്ത് എന്ത് ചോദ്യം വന്നാലും നമ്മുടെ ഒരു വേ ഫോർവേഡ് പോലെയൊക്കെ നമുക്ക് എഴുതി വെച്ചുകൂടെ? വേ ഫോർവേഡ് നമ്മുടെ അല്ലെങ്കിലും നമുക്ക് എഴുതി വെച്ചുകൂടെ? നല്ലൊരു ആശയമല്ലേ അത്. വീട്ടിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് ലോക്കൽ അതോറിറ്റീസ് അതിൻ്റെ ബേസിസ് അതിനെ പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് ലോൺ തന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു ആശയമാണ്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് എവിടെ ഈ ലോക്കൽ പേജുകളിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക, ലോക്കൽ പേജുകളും സപ്ലിമെൻറ്റുകളിലും ഈ സാധനം കിട്ടും. അപ്പം അതുകൊണ്ട് അതും വായിക്കണം. എന്ന് വെച്ച് ഡെപ്തിൽ പോകണം എന്നല്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ഫോർ കൗണ്ടിങ് ഓഫ് വോട്ട്സ് ടുമോറോ ഒക്കെ അത് വിടാം. 1 ഹെൽഡ് ഫോർ സ്നാച്ചിങ് ചെയിൻ വിടാം. ട്രാഫിക്. സോ ഈ ബേസിക്കലി ഈ പേജിൽ ഇന്ന് നടക്കുന്ന ന്യൂസുകളെല്ലാം നിങ്ങൾക്ക് വിടാം. അത് റെയറായിട്ടേ വരത്തുള്ളൂ. പക്ഷെ ആ വരുന്ന ദിവസങ്ങളിൽ അത് ശ്രദ്ധിച്ച് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എക്സാമ്പിളായിട്ട് എഴുതിയിടാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ SIക്ക് സെപ്പറേറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതിയിടാം. അല്ലെങ്കിൽ GS4 എത്തിക്സിന് വേണ്ടിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എഴുതിയിടാം.
ഇങ്ങനത്തെ എക്സാമ്പിൾസ്, കോഡ്സ്, നല്ല സാധനങ്ങൾ കിട്ടും. ഓക്കെ, അതൊക്കെ സെപ്പറേറ്റ്. എസ് ഐക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോഡ്സിൻ്റെയും എക്സാമ്പിൾസിൻ്റെയും കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലെങ്കിൽ കൂടെ കോഡ്സും എക്സാമ്പിൾസും സെപ്പറേറ്റ് എസ് ഐക്കായിട്ട് ഒരു പേപ്പറിൽ എഴുതിയിടണം. ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കോഡ്സും കുറച്ച് എക്സാമ്പിൾസും കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുൾ ആവണം. കാരണം സ്റ്റാറ്റ്സ് നമ്മൾ ബാക്കി എഴുതുന്ന GS 1, 2, 3, 4 നോട്ടുകളിൽ നിന്ന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും. അതായത് ഇന്ത്യയിൽ ഇത്രയാണ് കുട്ടികളുടെ മരണ നിരക്കെന്നോ ഇത്രയാണ് സ്റ്റണ്ടിങ് എന്നോ ഇത്രയാണ് വേസ്റ്റിംഗ് എന്നോ ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡേറ്റ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കിട്ടും. ഈ കോഡ്സും എക്സാമ്പിൾസും ആണ് നമ്മൾ കാരണം GS പേപ്പറിൽ നമുക്ക് അധികം എക്സാമ്പിൾസ് വേണ്ടി വരുന്നില്ല, കോഡ്സ് ഒട്ടും വേണ്ടി വരുന്നില്ല. ഇത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എസ് ഐക്ക്. അപ്പോൾ എസ് ഐക്ക് തീർച്ചയായിട്ടും കോഡ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. നമുക്ക് ബോധമുണ്ടോ എന്ന് നോക്കുക, സീരിയസ്ലി. അത് നമ്മുടെ മുന്നിലേക്ക് ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, നമുക്ക് അതിനെക്കുറിച്ചൊരു പൊതുബോധമുണ്ടോ എന്നാണ് നോക്കുന്നത്. അല്ലെ വേറൊന്നുമല്ല. ഒരു ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഫയൽ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? നിങ്ങളുടെ മുന്നിൽ തരുന്ന ഒരു ചെറിയ ടോപ്പിക്ക് സ്കൂൾ പിള്ളേർക്ക് കൊടുത്താൽ അവർ എഴുതുന്ന ഒരു ടോപ്പിക്ക് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെച്ച് തരിക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന ഒരു കോംപ്ലക്സ് ഫയല് വല്ല ഡിഫൻസ് മിനിസ്ട്രിയിലോ ഫിനാൻസ് മിനിസ്ട്രിയിലോ ഒക്കെ ഇരിക്കുന്ന നിങ്ങളുടെ അടുത്തോട്ട് ഒരു ഫയല് വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥ ആയിക്കൂടാ. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്. ഓരോ പേപ്പറിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട്. കൃത്യമായിട്ട് അവർ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണോ ഓരോന്നിൻ്റെ ഉദ്ദേശം എന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിന് സിലബസ് വായിക്കണം ആദ്യം. നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചാൽ അവരെന്താണ് ഇതിൽ കൂടെ ഓരോ സ്റ്റേജിൽ കൂടെ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് അവരതിനകത്ത് പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. നമ്മളതങ്ങ് സാധിച്ചു കൊടുത്താൽ മതി. അവരുദ്ദേശിക്കുന്നത് എന്തോ അത് നമ്മൾ സാധിച്ചു കൊടുക്കുക. മനസ്സിലായോ? എസ് എഴുതുന്നതിൻ്റെ ഗുണം മനസ്സിലായേ? അങ്ങനത്തെ ഡൗട്ട് വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, സാന്ദ്ര സൂപ്പർ ആവണ്ടേ. സോ ബേസിക്കലി ഈ പേജിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതും കേരള ലോക്കൽ ന്യൂസാണ്. നേരത്തെ പറഞ്ഞ പോലൊക്കെ തന്നെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ വായിച്ചു പോവുക. അങ്ങനെ പോകുമ്പോൾ നമുക്ക് പുതിയൊരു സാധനം കിട്ടുന്നു. എന്താ? ന്യൂ മെത്തേഡ് ടു ഹെൽപ്പ് ഡെവലപ്പ് ആൻറ്റിബോഡീസ് അഗൈൻസ്റ്റ് നിപ്പ. അപ്പം ഓൾറെഡി നമ്മൾ ഒരു കോവിഡ് പോലത്തെ ഒരു പാൻഡമിക് കഴിഞ്ഞ് വന്നിരിക്കുന്നു. അതിന് മുമ്പ് തന്നെ നമ്മളിവിടെ നിപ്പ ഒന്ന് നേരിട്ടു. അപ്പം എന്തുകൊണ്ടും അതിൻ്റെ ഒരു സാഹചര്യം അനുകൂലമാണ് ചോദ്യം വരാനുള്ള സാഹചര്യം. കാരണം പാൻഡമിക് സീസണൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നതാണ്. ഇനി പുതിയത് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ചൈനയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ന്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വേണേലും റിലീസ് ചെയ്യാം. അപ്പോൾ ഇനി ആ ന്യൂസിലേക്ക് കയറി പോകണം. കാരണം എന്താ? നിപ്പയ്ക്കെതിരെ പുതിയ ഒരു പ്രതിരോധ സ്റ്റെപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് എന്ന് നമ്മൾ അറിയണം. കാരണം ഡയറക്റ്റ് നിപ്പ ചോദ്യം വന്നില്ല എങ്കിൽ പോലും ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അവിടെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം അങ്ങനെ വായിച്ചു വരുമ്പം ആദ്യം തന്നെ ചില കീവേഡ്സ് ആയിട്ട് ഇവിടെ കിടപ്പുണ്ട്, നോക്കാം. Scientists at the Institute of Advanced Virology, Thornakal, Trivandrum have developed a novel way of generating non-infectious Nipah virus-like particles, CVLP. ഇതുപോലത്തെ അബ്രീവിയേഷൻസ് UPSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രിലിംസിൽ ചോദിക്കും അബ്രീവിയേഷൻ തന്നിട്ട് ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് M stripes എന്ന് പറഞ്ഞ സാധനം തന്നിട്ട് ഡയറക്റ്റ് ചോദ്യം, M stripes എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിട്ട് നല്ല ഓപ്ഷൻസ് ഒക്കെ തന്നു. ഒരെണ്ണം ടൈഗർ, നമുക്ക് ടൈഗറിൻ്റെ മേത്ത് സ്ട്രൈപ്സ് ഉണ്ട്. അടുത്തത് ആക്സിഡൻറ്റുകളെ കുറിച്ചോ അതോ റോഡ് സേഫ്റ്റിയെ കുറിച്ചോ അങ്ങോട്ട് തന്നെ. അപ്പം നമ്മൾ സീബ്ര സ്ട്രൈപ്സ് ഉണ്ട്. ഏത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക, ചിന്തിപ്പിക്കുക, ഇതെല്ലാമാണ് അവരുടെ ഉദ്ദേശം. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തരും. അപ്പം ലോജിക്കലി ചിന്തിച്ചെടുക്കാനും പറ്റണം. അത്യാവശ്യം വായിച്ചിട്ടുള്ളവരുമാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ അബ്രീവേഷൻസ് എവിടെ തന്നാലും അത് നോക്കി വെക്കുക. ഇവിടെ തന്നേക്കുന്ന VLP, വൈറസ് ലൈക്ക് പാർട്ടിക്കിൾസ്. ഓക്കെ, അങ്ങനത്തെ നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള നിപ്പ വൈറസ് ലൈക്ക് പാർട്ടിക്കിൾസിനെ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നാണ് പറയുന്നത്. സോ അതോ നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നിപ്പയ്ക്കെതിരെയുള്ള എന്ത് കിട്ടും? പ്രതിരോധം കിട്ടൂലേ, ഇൻഫെക്ഷ്യസും അല്ല. ഇത് തന്നെയല്ല നമുക്ക് കോവിഡ് സമയത്ത് തന്നത്. ഇതിനെല്ലാം നല്ല ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടെന്നുള്ള ന്യൂസും വന്നു കഴിഞ്ഞു. ആരൊക്കെയുണ്ട് കോവിഷീൽഡ് എടുത്തവർ? ഹായ്. എന്തൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് എല്ലാവർക്കും? ഇതുവരെ ഒന്നുമില്ല. എനിക്ക് അതേ ഉള്ളൂ. എനിക്കില്ലാത്ത
ഒരു രോഗവും ഇപ്പോൾ ഇല്ല. സോ ബേസിക്കലി സാധാരണ എൻ്റെ വീട്ടിലൊക്കെ കണ്ടിരുന്ന പല രോഗങ്ങളും ഇന്ന് എന്നിലേക്ക്, അതായത് നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം കിടന്നതാ ഇതിനെ പുറത്തെത്തിക്ക് ചെയ്തു. അതാണ് പ്രശ്നം. ഇപ്പം സൈനസൈറ്റിസ് ഏറ്റവും കോമൺ എക്സാമ്പിൾ. എനിക്ക് അടിക്കടി ജലദോഷം വരുന്നത്, എനിക്ക് സൈനസൈറ്റിസിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ഉണ്ട്. തണുപ്പ് ഒരു ചെറുത് പോലും കഴിക്കാൻ ഒക്കത്തില്ല. പണ്ട് തണുപ്പ് ചെറുതായിട്ടൊന്ന് കഴിച്ചാൽ ചെറിയൊരു തൊണ്ടവേന വരും, അങ്ങ് പോകുമെന്നുള്ളതേ ഉള്ളായിരുന്നു. ഇച്ചിരി ഉപ്പുകളൊക്കെ ഒന്ന് ഗാർഗിൾ ചെയ്ത് അങ്ങ് സെറ്റ്. അപ്പോൾ അത് പറ്റില്ല. തണുപ്പ് അടുത്തൂടെ പോയിട്ടുണ്ടാവുണ്ടല്ലോ, ഒരാഴ്ച എൻ്റെ പോയി കിട്ടും. ബേസിക്കലി നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നതിനെല്ലാം പുറത്തെത്തിച്ച്. അതൊക്കെ എൻ്റെ വൈഫിനുണ്ട്. പുള്ളിക്കാണെങ്കിൽ അലർജി ഇല്ലായിരുന്നു എന്നല്ല, പുറത്തില്ലായിരുന്നു. അപ്പോൾ അതേ ഉള്ളൂ. മനസ്സിലായോ? എന്തെങ്കിലും ചെറിയൊരു പൊടി, ചെറിയ തണുപ്പ് കൂടുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ശ്വാസം മുട്ടൽ, അങ്ങനത്തെ പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ ഉറങ്ങിക്കിടന്നതിനെല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയല്ല, അതെങ്ങനെ പറയാൻ പറ്റും? ഇപ്പം എനിക്കെടുത്തിട്ടുണ്ട്. ആ എടുത്ത സാധനം പച്ചവെള്ളമൊന്നും അല്ലല്ലോ എൻ്റെ മേത്ത് കുത്തിവെച്ചത്, ആ എടുത്ത ഈ പറയുന്ന സാധനം തന്നെ. അപ്പം ആ ഡോക്ടർ പറഞ്ഞ ആ 1% പെടുന്ന ആളിൻ്റെ സെയിം കാറ്ററൈസിക്സ് ആണ് എൻ്റെ ബോഡിയിലുള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും വരൂലേ. ഡോക്ടർ സർവേ നടത്തിയ കുറച്ച് പേരിലായിരിക്കും, അത് വെച്ചിട്ടായിരിക്കും പുള്ളി പറഞ്ഞിട്ടുണ്ടാവും. അവർക്ക് മറ്റവർക്ക് കാണിക്കുന്നില്ല എന്ന് എങ്ങനെ മനസ്സിലാവും? ഇപ്പം ഞാനും ഇത് ഡോക്ടറിനെ സമീപിച്ചത് ഒഫീഷ്യലി പോയി ഹോസ്പിറ്റൽ വഴി പോയതുകൊണ്ടാണല്ലേ ഞാനും അറിഞ്ഞത് ഇതും കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നുള്ളത്. ഇല്ല ഞാനിരിക്കാനേ പറയും, പണ്ടൊക്കെ ജലദോഷം വരെ, ഇപ്പം കുറച്ചുകൂടെ കൂടുന്നു. നമ്മൾ അറിയുന്നില്ല, തിരിച്ചറിയാത്തതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതായത് പണ്ടിൽ നിന്നും നമുക്ക് എന്ത് വ്യത്യാസമാണ് ഇപ്പോഴത്തേക്ക് വന്നേക്കുന്നത് നോക്കുക. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കിതൊന്നും ഇല്ലാത്ത രോഗങ്ങളായിരുന്നു, അത് ഇപ്പോൾ ഉണ്ട്, അത് ഫ്രീക്വൻ്റ്ലി വരുന്നുമുണ്ട്. അപ്പോഴാണ് നമ്മൾ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോഴാണ് പറയുന്നത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആവാം. കാരണം അല്ലാതെ വരാണ്ട കാര്യമൊന്നുമില്ല. കാരണം അന്നത്തെ ലൈഫ് സ്റ്റൈൽ തന്നെ എൻ്റെ ഇന്നത്തേതും ലൈഫ് സ്റ്റൈലൊന്നും മാറിയിട്ടില്ല. ഞാൻ കഴിക്കുന്ന ഫുഡോ എൻ്റെ ഉറക്കത്തിലോ അങ്ങനത്തെ ഒരു മാറ്റങ്ങളും ഇല്ലെങ്കിൽ പിന്നെ വരാനുള്ള ഒരു സാധ്യത പുതിയതായിട്ട് എൻ്റെ ശരീരത്തിൽ കയറി ഈ ഒരു സാധനം മാത്രമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ VLP, അപ്പോൾ ഈ ന്യൂസ് വായിക്കണം. ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് അടുത്ത ഒരു സാധനം കൂടെ കിടപ്പുണ്ട്. BSL ലബോറട്ടറീസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താ BSL? അത് വേണമെങ്കിൽ ചോദ്യം വരാം. കാരണം അത് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാധനമാണ്. BSL എന്ന് പറഞ്ഞാൽ ബയോ സേഫ്റ്റി ലെവൽ എന്നാണ് ഫുൾ ഫോം. ബയോ സേഫ്റ്റി ലെവൽ ഡയറക്റ്റ് തന്നിട്ട് ചോദിക്കാം, BSL ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദീസ്, അല്ലെങ്കിൽ BSL സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ BSL സർട്ടിഫൈഡ് ലബോറട്ടറീസ് എന്തിനു വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനത്തെ ഒക്കെ പ്ലെയിൻ ചോദ്യങ്ങൾ തരാം. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വിടാതെ പോരുത്. ഇവിടെ ഒരു VLP പറഞ്ഞു, ഇവിടെ ഒരു BSL പറഞ്ഞു. അപ്പം ഇങ്ങനത്തെ അബ്രീവിയേഷൻസ് എവിടെ കണ്ടാലും നമ്മളത് നോട്ടീസ് ചെയ്തിരിക്കണം കേട്ടോ. കാരണം സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്കിലേക്ക് അതിനെ കണക്ട് ചെയ്തേ പറ്റൂ. സയൻസ് ആൻഡ് ടെക്നോളജി GS 3 അതിനെ കണക്ട് ചെയ്തേ പറ്റൂ കേട്ടോ. ഇനി അടുത്ത ന്യൂസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ എഡിറ്റോറിയൽ പേജിലേക്ക് നമുക്കെത്തി. ഇന്നലത്തെ എഡിറ്റോറിയൽ പേജിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു.